അപ്പോൾ നമ്മൾ ഇന്ന് റാങ്ക് ബൂസ്റ്റിംഗ് റിവിഷൻ എന്നാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ LD ടൈപ്പിസ്റ്റിൻ്റെ സിലബസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫോക്കസ് ഏരിയകളുണ്ട്. അതായത് ഇന്ന ഭാഗത്തുനിന്ന് ഇത്ര വെയിറ്റേജിനുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഒന്ന് നോക്കേണ്ട ഏരിയകളാണ് എന്ന് നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞു വെക്കുന്ന കുറേ ടോപ്പിക്കുകളുണ്ട്. പക്ഷേ ഈ വരുന്ന അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റീസെൻ്റ് ഇയറുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ നമ്മൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള ആ പോർഷൻസിനെ പതുക്കെ മാറ്റിയിട്ട് അവിടെ പുതിയ പുതിയ കണ്ടന്റുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ബുക്ക് എഴുതുന്ന ആളുകളും റിപ്പീറ്റഡ് ആയിട്ട് സെയിം പ്രിന്റിങ് തന്നെ നടത്താതെ കുറച്ചുകൂടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പ്രിന്റിങ് നടത്തേണ്ട കാര്യങ്ങളിലേക്ക് കഴിഞ്ഞൊരു വർഷം കൊണ്ട് LD ടൈപ്പിസ്റ്റിൻ്റെയും കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെയും സിലബസുകൾ വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ ചോദിക്കുന്ന രീതികളും അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാം റാങ്ക് ഫയൽ, പലതരത്തിലുള്ള റാങ്ക് ഫയലുകൾ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് സെയിം ഇയറിൽ വാങ്ങിച്ച 2 പുസ്തകങ്ങൾ, 2 രീതിയിൽ വാങ്ങിച്ച പുസ്തകങ്ങളിൽ കണ്ടന്റുകളൊക്കെ സെയിം തന്നെയായിരുന്നു, അതിനകത്തെ കവറിങ്ങിന് മാത്രമാണ് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളത് എന്നൊക്കെ നമ്മളെ അറിയിക്കാറുണ്ട്. അപ്പം ഇപ്പോൾ അങ്ങനെ ഇനി ചെയ്തിട്ട് കാര്യമില്ല. എല്ലാം പുതിയ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്, പാറ്റേണിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി LD ടൈപ്പിസ്റ്റിൻ്റെ ടെക്നിക്കൽ സിലബസ് കുറേയൊക്കെ അറിയാവുന്ന, ബേസ് നല്ലപോലെ ബേസ് തെറുവായിട്ട് അറിയാവുന്നവർക്ക് എളുപ്പമാകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഈ ഒരു റാങ്ക് ബൂസ്റ്റിംഗ് റിവിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അതെന്താണെന്നുള്ളത് നമുക്ക് ഓരോ സ്പാർക്ക് നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓരോ ടോപ്പിക്കുകൾ പറയുമ്പോഴും. അപ്പം അതിനെക്കുറിച്ച് എങ്ങനെയൊക്കെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിലവിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉണ്ടായിരിക്കുക. ഓഡിയബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. റെക്കോർഡിങ്ങും ക്യാമറയൊക്കെ ആവുന്നതുകൊണ്ട് മെമ്മറി കൂടുതലാവണ്ടെന്ന് കരുതിയിട്ടാണ് ക്യാമറ ഓൺ ആക്കാത്തത് കേട്ടോ. എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ടും വരുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ള ടോപ്പിക്കുകളിൻ്റെ A to Z ഫാക്റ്റുകൾ നമ്മൾ 1 തൊട്ട് പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഈ ഒരു ക്ലാസ്സിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ക്ലാസ് വെച്ചിരിക്കുന്നത്. 8 മണി മുതൽ 9 മണി വരെയുള്ള 1 മണിക്കൂറാണ് സമയം. ഇന്ന് കുറച്ച് സമയം കൂടുതൽ എടുക്കും കേട്ടോ, ഇൻട്രോ പറയുന്നതിനനുസരിച്ച്. അപ്പോൾ അതിനകത്ത് ടോപ്പിക് എടുക്കുന്നു, ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നു, അവിടുന്ന് എങ്ങനെ ആ ക്വസ്റ്റ്യൻ വരുന്നു, അതിൻ്റെ ഡെമോ കാണിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരുന്നു. സംഭവങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നോട്ടൊക്കെ എഴുതിയെടുത്തതിന് ശേഷം നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു സ്ട്രക്ചറിൽ വരുന്നത്. പിന്നെ ഈ സെയിം കാര്യങ്ങൾ ലൈവ് പ്രിവ്യൂ അല്ലെങ്കിൽ ഡെമോ ചെയ്യുന്നതിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളുടെ ചില എക്സാമുകൾ ഓൺലൈൻ എക്സാമുകൾ ആവാറുണ്ട്. അപ്പോൾ പണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ എക്സാം കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ OMR ബേസ്ഡ് എക്സാമിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമുള്ള രീതിയിലായിരുന്നു ഓൺലൈൻ എക്സാമുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ റീസെൻ്റ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ, അതായത് ഇന്നിപ്പോൾ ഒരു എക്സാം ഓൺലൈൻ എക്സാം നടന്നു, സെയിം ക്വാളിഫിക്കേഷനിൽ തന്നെ നാളെ ഒരു OMR എക്സാം ഉണ്ടെന്നുണ്ടെങ്കിൽ നാളത്തെ OMR എക്സാം താരതമ്യേന ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം ഓൺലൈൻ ക്വസ്റ്റ്യൻസ് ആകുമ്പോഴത്തേക്കും അവർ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ചില സിമ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ PSCയുടെ കാര്യങ്ങളിൽ വരുന്നുണ്ട്. ഇത് എല്ലാ ടെക്നിക്കൽ സൈഡിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, കമ്പ്യൂട്ടർ മാത്രമല്ല ബാക്കി എല്ലാ ടെക്നിക്കൽ സൈഡിലും നമുക്ക് പണ്ട് നമ്മൾ പഠിക്കത്തില്ലേ, സിമ്പിൾസ് ഗ്രൂപ്പ് കീബോർഡിനകത്ത് അവൈലബിൾ അല്ലാത്ത കാര്യങ്ങളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ എല്ലാ ടെക്നിക്കലിലും നമ്മൾ OMRൽ പ്രിന്റ് ചെയ്യാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്ന അല്ലെങ്കിൽ പേജ് കുറേ ആകും എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് ഓൺലൈൻ എക്സാമിലാണ്. കാരണം ഓൺലൈൻ എക്സാമിൽ അറ്റ് എ ടൈം ഒരു സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യനെ കാണിക്കുകയുള്ളൂ. മാത്രമല്ല ഓൺലൈൻ എക്സാമിൽ
ചോദ്യം വായിച്ചിട്ട് ഉത്തരം എഴുതാൻ എടുക്കുന്ന സമയം കൂടുതലായിരിക്കും. അങ്ങനെ കുറെ വ്യത്യാസങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്. ചിലതിന് ചോദ്യത്തിന്റെ നീളം കുറവാണെങ്കിലും ഉത്തരം ഒരു പാരഗ്രാഫ് വരുന്ന രീതിയിലുള്ളതും ഓൺലൈൻ എക്സാമിൽ ഇപ്പൊ സ്ഥിരമായിട്ട് കണ്ടുവന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാൻഡിഡേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ എക്സാമിനാണ് സാധ്യതകൾ കൂടുതലായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പം ഓൺലൈൻ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള പ്രഷർ കുറയ്ക്കാനും OMR വരുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ ഞാൻ സൂക്ഷിക്കണം, എവിടെയൊക്കെ എൻ്റെ നെഗറ്റീവ് പോകും എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറേ നാൾ കൊണ്ട് എഴുതുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് വളരെ അതിനകത്ത് നോളജ് ഉള്ളവരായിരിക്കും. പക്ഷേ ഓൺലൈൻ എക്സാം എഴുതുമ്പം ഏറ്റവും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഫാക്ട് എന്ന് പറയുന്നത് എന്താണ് ഓൺലൈൻ എക്സാം എഴുതുന്ന നമ്മളുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന ഫാക്ട് എന്തായിരിക്കും? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്തായിരിക്കും? ഓൺലൈൻ എക്സാം എഴുതിയിട്ടുണ്ടോ LD ടൈപ്പിസ്റ്റിന്റെ? ടൈമാണ് അല്ലേ? നമ്മളൊരു സ്ക്രീനിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എത്ര നേരം ഇരുന്നെങ്കിലും പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും. നമ്മൾ സ്ഥിരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സ്പീഡായിരിക്കും. പക്ഷെ കമ്പ്യൂട്ടറിനകത്തോട്ട് എത്തുമ്പോൾ പല കുട്ടികളും ഭയങ്കര ഒരു ടെൻസ്ഡ് ഫീല് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാനും ഇലക്ട്രിക്കലിൻ്റെ ഒക്കെ ചില ടെക്നിക്കൽ എക്സാം ഓൺലൈനിൽ നമുക്ക് പോവാറുണ്ട്. അപ്പം അതിൽ ഞാനിങ്ങനെ പോണ സമയത്തൊക്കെ നോക്കണ ഒരു കാര്യമാണ്, ഈ ഓൺലൈൻ എക്സാം വരുമ്പോഴത്തേക്കും കുട്ടികൾ പലരും ഒരു പാനിക് മോഡിലേക്ക് പോകുന്നുണ്ട്. ചെറിയൊരു പാനിക്കിന്റെ രീതിയിൽ വരും ഈ സാധനം ഓൺ ആയിട്ട് വരുമ്പോഴത്തേക്കും. ഞാൻ ഇലക്ട്രിക്കലിന്റെ ബേസിലുള്ളത് കണ്ടതാണ് കേട്ടോ പറയണത്. ഞാൻ ടൈപ്പിസ്റ്റിന്റെ ഓൺലൈൻ എക്സാമുകളിൽ പോയിട്ടില്ല. എല്ലാ ഓൺലൈൻ എക്സാമിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ നമ്മളെ കൊണ്ടിരുത്തി അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും കുറെ പേരൊക്കെ പാനിക് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിന്റെ പ്രഷറും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിട്ട് വേണം ഓൺലൈൻ എക്സാം ആണെങ്കിൽ പോവാനായിട്ട്. അപ്പോൾ നമ്മൾ SSC എക്സാം ഒക്കെ എഴുതുന്നത് പോലെ തന്നെയാണ് ഓൺലൈൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൺലൈൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കി കഴിയുമ്പം അതിനകത്ത് OMR എക്സാമിൽ നമുക്ക് ഇത്ര പേജിനുള്ളിൽ എന്നുള്ള രീതിയിൽ ഒരു ഒതുക്കത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. പക്ഷെ ഓൺലൈൻ എക്സാം ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെറുതാണെങ്കിലും അതിന്റെ ആൻസേഴ്സ് കുറെ വായിച്ചു നോക്കാനായിട്ടുള്ള സമയം പോകുന്ന തരത്തിലുള്ള കുറെ ചോദ്യങ്ങളൊക്കെ തരാറുണ്ട്. അപ്പോൾ ഒറ്റ ലൈനിൽ വായിച്ചു നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ വാക്ക് കാണിക്കുമ്പോൾ തന്നെ ആൻസർ എന്താവണം എന്നുള്ളത് കംപ്ലീറ്റ് നമ്മളെ ബ്ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കോൺസെപ്റ്റ് പക്ക ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ A to Z കാര്യങ്ങൾ നമ്മളുടെ ബ്രെയിനിൽ കൂടെ ഫ്ലാഷ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ഇതാക്കാനായിട്ട് ആ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള റിവിഷൻ ആണ് ഇതിൽ നടത്തുക. ഇത് സിലബസ് ഓറിയന്റഡ് സ്റ്റഡിയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിൽ നമ്മൾ ഓർഡർ വൈസ് ആണ് പഠിക്കുന്നത്. അതായത് ഇന്നത് കഴിഞ്ഞ് ഇന്നത്, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അത് എന്നുള്ള രീതിയിൽ ഓർഡറിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിത്തമാണ് വരുന്നത്. ഇത് നമ്മൾ റാൻഡം പിക്കാണ്. ഓരോ ടോപ്പിക് എടുത്ത് അതിന്റെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റഡിയാണ് നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി എന്തായാലും നിങ്ങൾ നടത്തിയിട്ടുണ്ടാവണം. സിലബസിനെ കുറിച്ചും ഏതൊക്കെയാണ് എന്നുള്ള ഒരു ബേസിക് കാര്യങ്ങൾ എല്ലാവരും ഉള്ളതാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലിയർ ആവാതിരിക്കുകയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ബാക്കി ആരും മിണ്ടുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മള് ലൈവ് 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 8 മണി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് ഒരു 8:05 വരെയൊക്കെ കാത്തു നിൽക്കും. ഇപ്പോഴും കുറെ പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറയാണ് 8 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്ക് തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇന്നിപ്പോ ഓറിയന്റേഷൻ പോലെ എടുത്തുകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ പോയതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ് തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. ഞാൻ സ്ലൈഡൊക്കെ കാണിക്കുന്നതിന് മുമ്പായിട്ട് ചോദിക്കട്ടെ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഏത് സോഫ്റ്റ്വെയറിന്റെ ക്വിക്ക് ആയിട്ടൊന്ന് റിവൈസ് ചെയ്ത് വന്നേ. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഏത് സോഫ്റ്റ്വെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? പെട്ടെന്ന് പറഞ്ഞേ. എക്സലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ സേഫ് സോണിലാണ്, ഒരു സ്റ്റെപ്പ് നമ്മൾ ഓക്കെ ആണ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് കേൾക്കുമ്പം നമുക്ക് എക്സലിലെ ആണ് എന്നുള്ളത് ഓർമ്മ കിട്ടുന്നുണ്ട്. ഓക്കെ, ഏത് ഗ്രൂപ്പിലെയാണ്, സോറി ഏത് ടാബിലെയാണ്? ഹോം ടാബിലെ കണ്ടന്റ് ആണ്. ദെൻ സ്റ്റൈൽസ് ഗ്രൂപ്പിലെ ഹോം ടാബിലെ സ്റ്റൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണുള്ളത്. സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഓക്കെ ആണ്. ദെൻ കണ്ടീഷണൽ ഫോർമാറ്റിംഗിന്റെ സിമ്പിൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ?
അതായത് ആ സിമ്പിൾ തന്നിട്ട് ഓൺലൈൻ എക്സാം ആണെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ വരുന്നത്. ഓരോ സിമ്പിള് ചോദിക്കാറുണ്ട്. നമുക്കിപ്പം വേർഡ് ആർട്ടിന്റെ ഒക്കെ മുമ്പേ ചോദിച്ചിട്ടുള്ളതാണ്. അതിപ്പോൾ എല്ലാത്തിലും വരുന്നുണ്ട്. ലൈക്ക് പ്രിന്റ് ചെയ്യാൻ ടഫ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓൺലൈൻ എക്സാമിലാണ് വരാൻ സാധ്യതയുള്ളത്. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിന്റെ സിമ്പിൾ ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഐക്കൺ ഇരിക്കുന്നത് എന്നുള്ള ഏകദേശ ഐഡിയകൾ എങ്ങനെയുണ്ടോ? നമ്മളത് എന്താ പറയാ, റിവൈസ് മെമ്മറി ആണ് കേട്ടോ. നമ്മൾ എവിടെയും വരച്ചു വെച്ചതല്ല, നമ്മൾ കണ്ട് കണ്ട് പരിചയം വരുന്നതാണ്. സ്ക്രീൻ ഇപ്പൊ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോണുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നേ ഉള്ളൂ. എന്താന്ന് വല്ല പിടുത്തമുണ്ടോ? എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള വല്ല പിടുത്തമുണ്ടോ? ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു മാർക്ക് നമുക്ക് അങ്ങനെ ഒരു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ പോവാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചിങ് ദ അപ്പിയറൻസ് ആണ്. അപ്പൊ ഫോർമാറ്റിംഗ് ഓക്കെയാണ്, ചേഞ്ചിങ് ദ അപ്പിയറൻസ്. ആൻഡ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എക്സ്പ്ലെയിൻ അല്ല, അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ? ചേഞ്ചിങ് ദി അപ്പിയറൻസ് ഓഫ് എന്താണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്? ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ദ അപ്പിയറൻസ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെയാണ്? കണ്ടീഷൻ ഓക്കെ, ക്രൈറ്റീരിയ ബേസ്ഡ്. ഞാൻ ചോദിച്ചത് എന്തിന്റെ, വാട്ട് എന്നല്ലെങ്കിൽ വിച്ച് എന്നുള്ളത് നോക്കുക, ഏതിന്റെ. അപ്പൊ നമ്മൾ ക്രൈറ്റീരിയ ഓപ്ഷനിൽ കൊടുക്കുകയാണ്. ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ ശരി ഉത്തരവുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ ഈ ക്രൈറ്റീരിയ എന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്രൈറ്റീരിയ കൊടുത്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കായി. അപ്പൊ ക്രൈറ്റീരിയ അല്ല. എന്തിനെയാണ് അവിടെ ഫോർമാറ്റ് ചെയ്യുന്നത്? ഡാറ്റ റേഞ്ച് എന്നൊന്നും നമ്മൾ എക്സലിൽ പറയത്തില്ല. എന്തിനെയാണ്? ഡാറ്റ എന്നുള്ള വാക്ക് നമ്മളുടെ എക്സലിൽ ഇല്ല. സെല്ലിനെയാണ്. സെൽ റേഞ്ചിനെ അല്ല, സെല്ലുകളെയാണ്. ഓരോ സെല്ലിനെയാണ് ആ ഒരു നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെൽ റേഞ്ച് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഓരോ സെല്ലിനെയാണ്. അപ്പൊ സെൽ റേഞ്ച് എന്നുള്ളത് രണ്ടും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? സെല്ലും ഉണ്ട്, സെൽ റേഞ്ചും ഉണ്ട്. അപ്പൊ എന്ത് വരും? സെൽ റേഞ്ച് ക്രൈറ്റീരിയ ബോത്ത് എ ആൻഡ് ബി ഇങ്ങനെ വന്നെങ്കിലോ? സെൽ റേഞ്ച് ക്രൈറ്റീരിയ ബോത്ത് എ ആൻഡ് ബി. എങ്ങനെ? ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ വരിക. സെല്ലിനെയും ചെയ്യാം, സെൽ റേഞ്ചിനെയും ചെയ്യാം, അല്ലെ? അപ്പോ ഇനി എന്തിന്റെ ബേസിലാണെന്ന് ചോദിച്ചാലോ? എന്തിന്റെ ബേസിലാണെന്ന് ചോദിച്ചാലോ? അവിടെയാണ് ക്രൈറ്റീരിയ എന്ന് പറയേണ്ടത്. ക്ലിയർ ആണോ? ഇപ്പൊ നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരും തന്നെ എന്താണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുള്ളത് നിങ്ങൾ ഈ ടെക്നിക്കൽ എക്സാം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് പഠിച്ചിട്ടുള്ളവരായിരിക്കും. 2-3 വർഷങ്ങൾ എടുത്തിട്ട് ഈ ഒരു ഫീൽഡിൽ കൃത്യമായിട്ട് പഠിച്ചു നിൽക്കുന്നവരായിരിക്കും. എന്നിട്ടും നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻസ് വന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. കുറെ കൂടെ ക്രൂക്കഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളഞ്ഞു തിരിഞ്ഞു മൂക്ക് പിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പൊ അതൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിൽ അയ്യോ ഞാൻ പഠിച്ചത് ഓർമ്മ നിൽക്കണില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ഓരോന്നായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. ഇനി ഇതിന്റെ എത്ര ടൈപ്പ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒന്ന് സ്റ്റക്ക് ആവും. അതിൽ ഓരോന്ന് എന്തിനൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റക്ക് ആവും. നേരത്തെയുള്ള എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ 2-3 കാര്യങ്ങളെ വരത്തുള്ളൂ. എന്താണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, അതെവിടെയാണ് ഇരിക്കുന്നത്, അല്ലേ? പഴയ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു 2018 ലാസ്റ്റ് ഒരു LD ടൈപ്പിസ്റ്റിന്റെ എക്സാം എഴുതിയിട്ടുള്ളത്. അതിനകത്ത് വന്നപ്പോ എന്താണ് ഈ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആകെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. പിന്നെ കണ്ടിട്ടുള്ള ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളത് എന്തിനാണ്, അല്ലെങ്കിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്താണെന്നുള്ള 2 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിന്റെ എല്ലാ കാര്യമായി. ഓക്കെ, ആ ഏതോ ഒരു ആനന്ദ് പബ്ലിക്കേഷന്റെ ഒരു റാങ്ക് ഫയൽ മാത്രം പഠിച്ചിട്ടാണ് ഒരു എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എന്താ പറയാ, അന്ന് അത്രയും പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ A to Z കാര്യങ്ങളും അതിന്റെ കവറിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു 50% എന്താണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗിന്റെ ബേസിൽ ഒരു 50% ഫിൽഡ് ആണ് എന്ന് തോന്നുന്നുണ്ടോ?
കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരു 50% ഞാൻ ഫിൽഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? അതായത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു 50%ഓളം ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ അഡീഷണൽ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോവുക. ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇതിൻ്റെ അഡീഷണൽ കാര്യങ്ങളായിരിക്കും. ബേസ് തൊട്ടിട്ട് തന്നെ ആയിരിക്കും പറയുക. എന്താണ് എങ്ങനെയാണെന്നുള്ളത് പറയുന്നത് തൊട്ടിട്ടാണ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോവാണ്. കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. സ്ക്രീൻ കാണാമോ? സ്ക്രീൻ കാണാമോ? ഓക്കെ, സോ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. സോ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സലിലെ ഒരു കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് എക്സലിലെ ഒരു കണ്ടന്റ് ആണ്. എന്താണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. Conditional formatting is a feature used to automatically change the formatting of a cell when specified conditions are met. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു കണ്ടീഷന്റെ ബേസിൽ ഒരു സെല്ലിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐക്കൺ അല്ലെങ്കിൽ ആ ഒരു ടൂളാണ്, ആ ഒരു ഫീച്ചറാണ്, എക്സലിലെ ഫീച്ചറിനെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയാം. ഏതെങ്കിലും ഒരു സെല്ലിനെയോ സെൽ റേഞ്ചിനെയോ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു കണ്ടീഷന്റെ ബേസിൽ ആ സെല്ലിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള അപ്പിയറൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുക. ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് എ സെൽ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പതുക്കെ സ്ലോ ആയിട്ടാണ് പറയുന്നത്, കാരണം പലതരത്തിലുള്ള പാക്കേജിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കേണ്ട കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. അപ്പോൾ എന്താ പറഞ്ഞത്? സിമ്പിളായിട്ട് എന്ത് വേർഡ് പഠിച്ചു വയ്ക്കാനാ പറഞ്ഞത്? ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് സെൽ ഓർ സെൽ റേഞ്ച് based on one or more condition. മെയിൻ ബാച്ചിലുള്ള കുട്ടികൾക്കാണെങ്കിൽ റെക്കോർഡിംഗ് ഉണ്ടാവും. അതായത് LD ടൈപ്പിസ്റ്റിൻ്റെ മെയിൻ ബാച്ച്, ലോങ് ടേം ബാച്ചിലുള്ളവർ, കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ 2 ലോങ് ടേം ബാച്ചിലുള്ളവർക്കും റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. അത് അവരവരുടെ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ അവരവരുടെ സൈറ്റിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആക്സസിൽ അവൈലബിൾ ആയിരിക്കും. റെക്കോർഡിങ്ങിനും കൂടെ വേണ്ടി പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളവർക്ക് റെക്കോർഡ് ചെയ്തതിന് ശേഷം അവർക്ക് ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഇന്ന് 10 മണിക്കുള്ളിൽ അവൈലബിൾ ആക്കുന്നതാണ്. ഓക്കെ, അപ്പം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് സെല്ലിനെയോ അല്ലെങ്കിൽ സെല്ലുകളുടെ കൂട്ടത്തിനെയാണ് സെൽ റേഞ്ച് എന്ന് പറയുന്നത്. സെല്ലിനെയോ സെല്ലിൻ്റെ റേഞ്ചിനെയോ ഒന്നോ അതിലധികമോ കണ്ടീഷന്റെ ബേസിൽ എന്ത് ചെയ്യാണ്, അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള അപ്പിയറൻസ് ചേഞ്ച് ആക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ലില്ല, പോയിട്ടില്ല. ഓക്കെ, ഇനി
എവിടെയാണ് ഉള്ളത് എന്നാണ് പറഞ്ഞേക്കുന്നത്. എവിടെയാണ്? ഹോം ടാബിലെ സ്റ്റൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇരിക്കുന്നത്. ഹോം ടാബിലെ സ്റ്റൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഐക്കൺ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഐക്കൺ എങ്ങനെ ഇരിക്കണേന്നൊക്കെ നമ്മൾ എവിടെ ചെല്ലുമ്പോൾ കാണും? ഇതിന്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ലൈവ് പ്രിവ്യൂ കാണിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഹോം ടാബിലെ സ്റ്റൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ആരിയിരിക്കുന്നത്? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇരിക്കുന്നത്. സെല്ലിനെയോ സെല്ലിന്റെ റേഞ്ചിനെയോ ഒന്നോ ഒന്നിലധികമോ, അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ, മൾട്ടിപ്പിൾ കണ്ടീഷൻ ആണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ റോങ് അല്ലെങ്കിൽ കറക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻ വരികയാണ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ഒരു കണ്ടീഷൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമുക്ക് ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ ഒരു സെല്ലിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷനെ കൊടുക്കാൻ പാടുന്നുണ്ടോ? ഒരു കണ്ടീഷനെ കൊടുക്കാൻ പാടുന്നുണ്ടോ? ഇല്ല. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുക്കാം എന്ന് വെച്ചാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. പറയുമ്പോൾ ഒന്നോ ഒന്നിലധികമോ കണ്ടീഷൻസ് കൊടുക്കാം എന്നുള്ളത് പഠിച്ചു വെക്കണം. അത് പുതിയ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഒരു സെല്ലിന് അപ്ലൈ ചെയ്യുമ്പോൾ 1 or more കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാം. കണ്ടീഷൻസ് ആണ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ആണ്. 2 അല്ലെങ്കിൽ ഒന്നിലധികം കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാം എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. അപ്പം റൈറ്റ് ഓർ റോങ് ക്വസ്റ്റ്യൻസ് വരുമ്പം എഴുതാനായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഒരു സെല്ലിന് ഒന്നിലധികം കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ 2-3 പോയിന്റുകൾ ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യുമ്പോൾ സെല്ലിലെ വാല്യൂ മാറുമോ? സെല്ലിലെ വാല്യൂ മാറുമോ? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ സെല്ലിലെ വാല്യൂവിൽ ചേഞ്ച് വരുമോ ഇല്ലയോ? ആലോചിച്ച് പറഞ്ഞേ, വരുമോ ഇല്ലയോ? ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചേ. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ പ്രശ്നം. ഒന്നും കൂടെ ആലോചിച്ചാൽ പലരും ഇതേ എസ് എന്നൊക്കെ പറയുന്നു. നമുക്കൊരു ഉറപ്പ് വേണം. ഡിലീറ്റ് ചെയ്തോ? എന്താണ്? ഒന്നും കൂടി ഇരുത്തി ആലോചിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ മാറിപ്പോവരുത്. നമ്മളുടെ എന്ത് പറ്റത്തില്ല? സെല്ലിനകത്തെ വാല്യൂ മാറത്തില്ല. അതിലല്ലേ നമ്മൾ ആദ്യം പറയണത് ചേഞ്ചിങ് ദ അപ്പിയറൻസ് എന്നല്ലേ പഠിച്ചത്. നമ്മൾ അതിന് എന്തെങ്കിലും കളർ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഫോർമാറ്റിംഗ് കളർ വല്ലതും കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ലെറ്റർ കളർ വല്ലതും കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയുള്ള അപ്പിയറൻസ് ആണ് മാറുള്ളൂ. സെല്ലിനകത്ത് എഴുതി കൊടുത്തിട്ടുള്ള വാല്യൂവിൽ എന്ത് വരത്തില്ല? മാറ്റം വരത്തില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് പക്ക ഉറപ്പിച്ചിട്ടുണ്ടോ മനസ്സിൽ? ഒന്നാമത് പറഞ്ഞത് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യുമ്പോൾ ഒരു സെല്ലിൽ ഒന്നിലധികം കണ്ടീഷൻസ് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ സെന്റൻസ് പറഞ്ഞത് സെല്ല് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആക്ച്വൽ ആ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂവിനെ എഫക്ട് ചെയ്യത്തില്ല, പക്ഷേ ആ സെല്ലിന്റെ അപ്പിയറൻസിൽ മാത്രമാണ് മാറ്റം വരുള്ളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പക്കയാണോ? ഇതൊക്കെയാണ് എന്താണ് ആഴത്തിലുള്ള ഡീപ്പ് സ്റ്റഡി അല്ലെങ്കിൽ ഡീപ്പ് സെർച്ച് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഡീപ്പായിട്ട് പഠിച്ചു പോകുന്നതാണ്. ഇത് റാങ്ക് ഫയലിൽ അവൈലബിൾ അല്ല. അതിൽ ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുള്ള 2018 വരെയൊക്കെ യൂസ് ചെയ്തത് ഞാനൊരു ആനന്ദ് പബ്ലിക്കേഷൻ്റെയും ഒരു ടാലൻറ്റ് പബ്ലിക്കേഷൻ്റെയും, ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ 2 ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ എൽ ടൈപ്പിസ്റ്റിൻ്റെ ഞാൻ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ JPA ഒക്കെ എക്സാം എഴുതുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 2 ഫയലുകളുമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്താണ് എവിടെയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ വക കാര്യങ്ങളില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. സോ എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം, റെക്കോർഡിങ് ഇല്ലാത്തവർക്ക് കേട്ടോ. അപ്പം സ്പീഡായിട്ട് എഴുതിയെടുക്കാനായിട്ട് നോക്കണേ. ഇനി ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് ഇത്ര പതുക്കെ ഞാൻ പറയുന്നത്. എൻ്റെ നേരത്തെ ലൈവ് കേട്ടിട്ടുള്ളവർക്ക് അറിയാം, ഇച്ചിരി കൂടെ സ്പീഡിലാണ് സാധാരണ രീതിയിൽ എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ? ഈ സ്പീഡ് കുറവാണോ അതോ കൂടുതലാണോ? ഓക്കെ ആണോ? നിങ്ങൾ എത്തുന്നുണ്ടോ? ഇനി അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുക്കാൻ പറ്റുക? അതായത് നമ്മളുടെ ഒരു സെല്ലിനകത്ത് എന്തൊക്കെയാണ് എൻട്രി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെല്ലിനകത്ത് നമ്മൾ ലേബൽ എൻട്രി വരാം, അല്ലെങ്കിൽ വാല്യൂ എൻട്രി വരാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓർ ഫോർമുലാസ് വരാം.
അപ്പോൾ ഇതിൽ ഏതെങ്കിലും സ്പെസിഫൈഡ് കാര്യത്തിന് മാത്രമാണോ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ഏതിനൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളുടെ സെല്ലിൽ എന്താണോ ഉള്ളത് അതിനെല്ലാം കൊടുക്കാൻ പറ്റും കേട്ടോ. ആണ് LD ടൈപ്പിസ്റ്റിന്റെ ലോങ് ടേം ബാച്ചിലുള്ളവർക്ക്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ലോങ് ടേം ബാച്ച്, 2 കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ലോങ് ടേം ബാച്ചിലുള്ളവർക്കും ഇതിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. അവർക്ക് അവരുടെ അതാത് സൈറ്റുകളിൽ ഈ ഒരു സെപ്പറേറ്റ് പേജ് ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഓരോ പേജിൽ എടുത്തുകൊണ്ടിരിക്കണേ, അതിൻ്റെ കൂട്ടത്തിൽ റാങ്ക് ബൂസ്റ്റിംഗ് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേജും കൂടെ വരും. ആ പേജിന് ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് 10 മണിയാകുമ്പോഴത്തേക്കാണ് കിട്ടുക. അത് കിട്ടിക്കഴിയുമ്പം ഈ വീഡിയോ നമ്മൾ അതിനകത്തേക്ക് ആഡ് ആക്കും. ഓക്കെ, വീഡിയോ ഉണ്ടാവും. ഇന്നത്തെ വീഡിയോയുടെ കൂടെ ഇന്ന് പഠിപ്പിക്കാൻ എടുത്ത ഈ ഫയലും കൂടെ ഉണ്ടാവും കേട്ടോ, ഓരോരുത്തരുടെയും ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കണ്ടന്റിനാണ് നമ്മളുടെ സെല്ലിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടോ ആ കണ്ടന്റിനെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുക്കും. അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് മാത്രമാണ്, ടെക്സ്റ്റിന് മാത്രമാണ്, അല്ലെങ്കിൽ നമ്പറിന് മാത്രമാണ് എന്നൊന്നുമില്ല. സെല്ലിൽ എന്താണോ എഴുതി കൊടുത്തിരിക്കുന്നത് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്പർ ഉള്ള സെല്ലാവാം, ടെക്സ്റ്റ് എഴുതിയേക്കുന്ന സെല്ലാവാം, ഡേറ്റുകൾ വന്നിട്ടുള്ളതാവാം, ഫോർമുലാസ് വന്നിട്ടുള്ള സെല്ലുകളായിരിക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫൈഡ് കാര്യമാണ് എന്ന് പറയണില്ല. സെല്ലിൽ എന്താണോ ഉള്ളത് അതിനെ നമുക്ക് കണ്ടീഷന്റെ ബേസിൽ അതിന്റെ അപ്പിയറൻസ് ചേഞ്ച് ആവാം എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ഒരു പോയിന്റും കൂടെ നോക്കുക. ഇനി എന്തൊക്കെ ഡിഫറെന്റ്, ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഇതുവരെ ഞാൻ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്താണെന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്താണ് എന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇനി പറയുന്നത് അതിന്റെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓപ്ഷൻസ് ആണ്, ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോണത്. അതിൽ ഒന്നാമത്തേതാണ് ഹൈലൈറ്റ് സെൽ റൂൾ. അതായത് നമ്മളുടെ സെല്ലിനെ റൂൾസിന്റെ ബേസിൽ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിലാണ് ഹൈലൈറ്റ് സെൽ എന്നുള്ള രീതിയിൽ വരുന്നത്. ഇനി ടോപ്പ് ഓർ ബോട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് ലാസ്റ്റ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യത്തില്ല, ആ ഒരു രീതിയാണ് നമ്മൾ സ്ക്രീനിൽ കാണാം. ഈ പേരുകൾ ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. ഡാറ്റ ബാർസ് ഉണ്ട്, കളർ സ്കെയിലുകൾ ഉണ്ട്, ഗ്രേഡിയന്റ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിലാണ് കളർ സ്കെയില്, പിന്നെ ഐക്കൺ സെറ്റ് ഉണ്ട്. അപ്പൊ എത്ര ഓപ്ഷൻസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും? ഇത്രയും ഓപ്ഷൻസ് ബൈ ഡിഫോൾട്ട് ബിൽറ്റ് ഇൻ ആണ് എന്നൊക്കെ പറയാം. ഇത്ര എന്താണ്, ഈ 5 ഓപ്ഷൻ എന്താണ്, ബിൽറ്റ് ഇൻ ആണ്, ബിൽറ്റ് ഇൻ ഓപ്ഷൻസ് ആണ്. അപ്പോൾ എത്ര ബിൽറ്റ് ഇൻ ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിന് 5 ബിൽറ്റ് ഇൻ ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഹൈലൈറ്റ് സെൽ റൂള്, ടോപ്പ് ഓർ ബോട്ടം റൂൾ, ഡാറ്റ ബാർ, കളർ സ്കെയിൽ, ഐക്കൺ സെറ്റ് എന്നിങ്ങനെ 5 ബിൽറ്റ് ഇൻ. ബൈ ഡിഫോൾട്ട് എക്സൽ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്, കോഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 5 തരത്തിലുള്ള റൂളുകൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് പോയിട്ട് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് പോരാ, നമുക്ക് സ്വന്തമായിട്ട് റൂൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ന്യൂ റൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായോ? ഇതിലുള്ള രീതിയിലൊന്നുമല്ല, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഒരു റൂൾ അവിടെ വരണം എന്നുണ്ടെങ്കിൽ ന്യൂ റൂൾ എന്നുള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇത് വേണ്ട, ഒരു സെല്ലിന് അല്ലെങ്കിൽ സെൽ റേഞ്ചിന് നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് വേണ്ട, അത് റിമൂവ് ആക്കണം എന്നുണ്ടെങ്കിൽ ക്ലിയർ റൂൾ. ഇതൊക്കെ കാണും കേട്ടോ, എക്സൽ കാണിക്കുമ്പോൾ കാണാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പോകുന്നുള്ളൂ. നമ്മൾ എന്തെങ്കിലും കണ്ടീഷണൽ ഫോർമാറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് റിമൂവ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ റൂൾ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ എഴുതിയെടുക്കുന്നോണ്ടാണോ റിപ്ലൈ തരാൻ താമസമുള്ളത്? എഴുതിയെടുക്കുന്നോണ്ടാണോ റിപ്ലൈ തരാൻ താമസമുള്ളത്? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോഴേ പഠിച്ചു പോവുകയാണെങ്കിൽ ഇതിന്റെ റെക്കോർഡ് കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പല പാക്കേജ് ആയിട്ട് ഈ ഒരു ക്ലാസ് വെച്ചത്. ഓൾറെഡി കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. ടോപ്പിക് ഏതാണെന്നുള്ളത് രാവിലെ തന്നെ ഞാൻ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് പ്രിപ്പയർ ആയിട്ട് വരാനുള്ള സമയമുണ്ട്.
പിന്നെ അതിന്റെ അഡീഷണൽ കാര്യങ്ങൾ ഇപ്പൊ ലോങ് ടേം ബാച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ LD ടൈപ്പിസ്റ്റിന്റെ ക്ലാസ്സിലൊക്കെ നമ്മളിത് വരണേ ഉള്ളൂ. അപ്പം ഓൾറെഡി നിങ്ങൾക്ക് അതിന്റെ ചെറിയൊരു പോർഷൻ ഞാൻ ഓൾറെഡി നേരത്തെ കാണാൻ തന്നിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് നോട്ട് കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോ രേഷ്മ ഏത് ബാച്ചിലുള്ളതാണ്? ഞാൻ LD ടൈപ്പിസ്റ്റിന്റെ ലോങ് ടേം ബാച്ചിൽ റെഫറൻസ് വീഡിയോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. LD ടൈപ്പിസ്റ്റിന്റെ കാര്യമാണ് പറയണേ. അതിൽ റെഫറൻസ് വീഡിയോസിന്റെ ക്ലാസ്സിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതിൽ എന്താ പറയണത്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല. അന്നത്തെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ നോട്ട് ഉണ്ടായിരിക്കും. ഇന്ന് രാവിലെ പറഞ്ഞ സമയത്ത് ഞാൻ എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ആ നോട്ട് റെഫർ ചെയ്യാനുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നു. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിന്റെ ക്ലാസ് ഉണ്ട് അതിനകത്ത്. റെഫറൻസ് ക്ലാസ്സുകളിൽ എടുത്ത് നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു എന്താ പറയാ, അതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല. കാരണം അന്ന് അത്രയും വേണ്ടായിരുന്നു. അതായത് പഴയ സമയത്തെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ഇപ്പോഴത്തെ റെഫറൻസ് ക്ലാസ്. ആദ്യമായിട്ട് ബേസ് ഇല്ലാത്ത ഒരാൾ വരുവാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പറയുമ്പം നിങ്ങൾ ഇടയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാനത് വായിച്ച് നോക്കി കഴിയുമ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ മറന്നുകൊണ്ടിട്ടോ. ലാസ്റ്റ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പറയാം. ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അപ്പം LD ടൈപ്പിസ്റ്റിലുള്ളവർക്ക് അവിടെ നോക്കാം. കമ്പ്യൂട്ടർ അസിസ്റ്റന്റുകാർക്ക് ഇത് വരത്തേ ഉള്ളൂ. അതിനകത്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ആ വീഡിയോസിൽ അത് അവൈലബിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. സോ ബാക്ക് ടു നമ്മളുടെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളിലാണ് നമ്മൾ പറഞ്ഞത്. 5 തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത്. 5 ബിൽറ്റ് ഇൻ ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. ബൈ ഡിഫോൾട്ട് അതിനകത്തുള്ളത് ഹൈലൈറ്റ് സെൽ റൂള്, ടോപ്പ് ഓർ ബോട്ടം റൂൾ, ഡാറ്റ ബാർ, കളർ സ്കെയിൽ, ഐക്കൺ സെറ്റ് എന്നുള്ള 5 ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതൊന്നും പോരാതെ യൂസറിന് അതാ പറയാനായിട്ട് വരുന്നേ, നിങ്ങളെ തോക്കിൽ കയറി വെടി വെക്കാതിരിക്കണേ. കാരണം ഞാനിത് പെട്ടെന്ന് മറന്നു പോകുന്നു, അതുകൊണ്ടാണ്. കാരണം 2-3 ടോപ്പിക്കുകൾ തലയിലുണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോഴേ ഇടയ്ക്ക് നിങ്ങളുടെ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഞാൻ എന്താ പറയാൻ വന്നേന്നുള്ളതൊന്ന് ബ്ലാങ്ക് ഔട്ട് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ആരുടെങ്കിലും മൈക്ക് എന്താണ് മ്യൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ മ്യൂട്ട് ആക്കണേ. എന്ത് പറ്റി? ഇത്ര നേരം പ്രശ്നമില്ലായിരുന്നല്ലോ. ആരുടെ മൈക്ക് മ്യൂട്ട് അല്ലാത്ത? വേറെ എന്ത് നോയിസാ വരുന്നേ? വേറെ ആരെങ്കിലും സംസാരിക്കുന്ന അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും മൈക്ക് ഓൺ ആയിരിക്കുന്ന ശബ്ദമാണോ? ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ലല്ലോ. മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ മ്യൂട്ട് ചെയ്തേക്കാം കേട്ടോ. ഒരു മിനിറ്റ്. എന്താ പറയാ, ഞാൻ അതിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ചാറ്റ് കാണുന്ന അത് ഒന്ന് ഇതായിപ്പോയി. ഒരു മിനിറ്റ്. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് കാണുന്ന ആ സ്ക്രീൻ പോയി ഞാൻ ബാക്ക് വന്നപ്പോഴത്തേക്കും. അതാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഈ ബിൽറ്റ് അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള റൂൾസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ന്യൂ റൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. യൂസറിൻ്റെതായിട്ടുള്ള റൂൾസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ റൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള റൂളുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷണൽ ഫോർമാറ്റിങ്സിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ക്ലിയർ റൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ബിൽറ്റ് ഇൻ ആയിട്ടുള്ളത് ഉപയോഗിച്ചതായിരിക്കാം, അല്ലെങ്കിൽ യൂസർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോർമാറ്റിങ്സ് ആയിരിക്കാം, കണ്ടീഷണൽ ഫോർമാറ്റിങ്സ് ആയിരിക്കാം. 2 കേസിനെയും നമുക്ക് റിമൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ ക്ലിയർ റൂൾ, ആ സെല്ല് റേഞ്ച് അത്രയും സെലക്ട് ചെയ്തിട്ട് ക്ലിയർ റൂൾ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ റൂൾ അവിടുന്ന് റിമൂവ് ആയിക്കോളും. ഇനി നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്ത റൂളിനെയോ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള റൂളിനെയോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും വാല്യൂസിൽ ചേഞ്ചസ് വരുത്തണം, എന്തെങ്കിലും മാനേജ് അതിനകത്ത് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ മാനേജ് റൂൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്.
ബിൽറ്റ് ഇൻ ആയിട്ടുള്ള റൂളുകളിലും ഇത് നമുക്ക് ചെയ്യാം. നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റൂളുകളിലും എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ മാനേജ് റൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ക്ലിയർ ആണോ? ഇതൊക്കെ നിങ്ങൾ ഇനി കാണും, ആ ഒരു പ്രസന്റേഷൻ വരുമ്പോഴത്തേക്കും കാണും, പ്രിവ്യൂ വരുമ്പോഴത്തേക്കും. അപ്പോൾ ക്ലിയർ റൂൾ അല്ലെങ്കിൽ മാനേജ് റൂൾ എന്നുള്ള കാര്യം രണ്ടും ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത ഇതിന്റെ കുറച്ച് ഫാക്റ്റുകളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ PSCക്ക് കുറച്ചും കൂടെ ഇഷ്ടം. അതായത് പണ്ടത്തെ പോലെ ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, ഇത് ഇന്നതാണ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ വരുന്ന കാര്യങ്ങൾ ചോദിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കുറച്ചും കൂടെ PSC പുതിയ ലെവൽ ക്വസ്റ്റ്യൻസ്. മീൻസ് സിലബസ് മാറിയിട്ടില്ല, സിലബസിനകത്തെ കണ്ടന്റുകൾ ചോദിക്കുന്ന രീതികളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ ഡയറക്റ്റ് ചോദിച്ചതാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പാടെ അവഗണിച്ചുകൊണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ റിപ്പീറ്റഡ് PYQ എന്ന് നമ്മൾ പറയണം. പണ്ട് കാലം തൊട്ടേ ഇന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിനെ എല്ലാം മാറ്റിയിട്ട് അതേ ചോദ്യങ്ങൾ തന്നെ പുതിയ പേപ്പറിൽ പൊതിഞ്ഞെടുത്ത രീതിയിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കുന്ന രീതിയിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഇത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യങ്ങളും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഡാറ്റ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടുത്തെ പ്രസന്റേഷൻ വരുന്നത് എന്നുള്ളത് നോക്കണം. അതായത് ആ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ ഡാറ്റ ബാർ എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫോർമാറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചിരിക്കണം. ഓക്കെ, എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കേണ്ട തിരക്കിലായിരിക്കും, എന്നാലും കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഡാറ്റ ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിനകത്ത് ബാർസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് എത്ര ലെവൽ ഉണ്ട് എന്നുള്ള രീതിയിൽ ബാർസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ബാർ ഇൻസൈഡ് സെൽ എന്നുള്ള ഒരു വൺ വേർഡ് ആയിട്ട് ഓർത്തിരിക്കുക, എന്താണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി കളർ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ സെല്ല് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഗ്രേഡിയന്റ് പോലെ, ഇപ്പോൾ ഇവിടെ പച്ച കളർ ആണെങ്കിൽ ഇവിടുന്ന് കടുപ്പിച്ച് വന്ന് ഇവിടെ ഇങ്ങനെ കളർ കുറഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു കളർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ അപ്പിയറൻസ് വരുന്നതാണ് കളർ സ്കെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡാറ്റ ബാർ എന്ന് പറയുന്നത് നമ്മളുടെ ചാർട്ടൊക്കെ വെക്കുന്ന സമയത്ത് അതിന്റെ വാല്യൂവിന്റെ ഹൈറ്റ് കാണിക്കുന്ന ഒരു സ്പൈക്ക് കാണിക്കത്തില്ലേ? ചാർട്ടില് വാല്യൂസിന്റെ ഹൈറ്റ് കാണിക്കുന്ന ഒരു ബാർ അല്ലെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കുക, ഒരു സ്പൈക്ക് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പൊ സെല്ലിൽ അങ്ങനെ വിവിധ സ്പൈക്കുകളായിട്ട് കാണിക്കുന്നതാണ്, ചെറിയ ചെറിയ ബാറുകളായിട്ട് കാണിക്കുന്നത്. ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ, ഇങ്ങനെയുള്ള സംഭവം. ഓക്കെ, അപ്പൊ അങ്ങനെയായിട്ട് കാണിക്കുന്നതാണ് ഡാറ്റ ബാർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഹൈറ്റ് അനുസരിച്ചിട്ട് അതിന്റെ വാല്യൂ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന രീതി. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? കളർ സ്കെയിൽ പറഞ്ഞത് ക്ലിയർ ആണോ? കളർ സ്കെയിൽ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു DOയുടെ എക്സാമ്പിൾ SSC ആയിരുന്നു എന്ന് തോന്നുന്നു, അതിലൊരു എക്സാമ്പിൾ കണ്ടതാണ്. ഡിജിറ്റൽ അറ്റൻഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വിച്ച് വൺ ഓഫ് ദി കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്യാൻ ബി യൂസ്ഡ്? ഡിജിറ്റൽ അറ്റൻഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻ ക്യാൻ ബി യൂസ്ഡ്? ചോദ്യം ക്ലിയർ ആണോ? അതായത് കുട്ടികളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാക്കണം. ഡിജിറ്റൽ ഞാൻ ചോദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് പറയണത്, ഇതൊരു കഥ പോലെയുള്ള ചോദ്യമായിരുന്നു. അപ്പം കഥ ഇത്രയേ ഉള്ളൂ. കുട്ടികളുടെ ഡിജിറ്റൽ അറ്റൻഡൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഡിജിറ്റൽ അറ്റൻഡൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ വിച്ച് വൺ ഓഫ് ദി കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻ ക്യാൻ ബി യൂസ്ഡ്? ഏത് തരത്തിലുള്ള കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആഹാ, എങ്ങനെയാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക? ആ പറഞ്ഞത് തെറ്റാണ് കേട്ടോ, ഡാറ്റാബേസ് അല്ല. എങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ അറ്റൻഡൻസ് എടുക്കുക? ഇപ്പൊ ഇവിടെ പേര് 2-3 ആൾക്കാരുടെ പേര് പറഞ്ഞേ. അനു, ഗീത, പിന്നെ ആരാ? 2-3 പേരും കൂടെ പറഞ്ഞേ. എന്തായാലും സിബി, സൂര്യ, ഇനി ആരാ? പ്രിയ. ഇത്രയും പേരുണ്ടെന്ന് വെച്ചോ. നമ്മൾ ഇവിടെ ഇങ്ങനെ ഡേറ്റ് ഇട്ടുണ്ടാവും, 1, 2, 3, 4 എന്നുള്ള ഇങ്ങനെ ഡേറ്റ് വന്നിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം, ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യണത്, കാണിച്ചു തരാം അതെങ്ങനെയാണ്. അപ്പം കുട്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഒരു വര ഇടും, ഇങ്ങനെ ഇട്ട് പോകും അല്ലേ? 1-ാം തീയതി 2-ാം തീയതി കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇട്ട് പോകും. ഇനി ഏതെങ്കിലും കുട്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, വരാത്ത കുട്ടിക്ക് നമ്മൾ എന്തായിരിക്കും, രാവിലെയാണ് അറ്റൻഡൻസ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുത്തിട്ട് വെക്കും. കുട്ടി ഉച്ചയായിട്ടും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് നമ്മളത് ആബ്സെന്റ് എന്നാക്കി വെക്കും. ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്രോസ് മാർക്കായിട്ടും വെച്ചിട്ടുണ്ടാവും.
ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ നമ്മളുടെ രജിസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റു മാർക്ക്, ക്രോസ് മാർക്ക് ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടി രാവിലെയും വൈകിട്ടും ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഒരു സൈഡ് രാവിലത്തെ വരെ മാത്രമേ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, ഉച്ചയ്ക്ക് ശേഷം വന്നാലും ഒരു സൈഡ് വരെയാണ് ഉണ്ടാവുള്ളൂ. ഒരു സൈഡ് വരെയാണ് ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കുട്ടി ഹാഫ് ക്ലാസ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എ ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടി ആബ്സെന്റ് ആയിരുന്നു. ചിലർ എ ബി എന്ന് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ജനറലി നമ്മൾ കണ്ട് പരിചയമുള്ളത്. ഇതിനെ നമ്മൾ ഡിജിറ്റൽ ആക്കുകയാണ്. ഓക്കെ, ഇതിനെ ഡിജിറ്റൽ ആക്കുമ്പം ആ ക്വസ്റ്റ്യനിൽ ഓരോന്നും, ഇപ്പോൾ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന കളർ കൊടുക്കണം, അതുപോലെ ഇതാണെങ്കിൽ ഇന്ന കളർ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ളൊരു നിർദ്ദേശം കൂടെ അതിനകത്തുണ്ടായിരുന്നു. പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കണം, പിന്നെ ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് റെഡ് കളർ കൊടുക്കണം. അല്ലെങ്കിൽ അതിൽ തന്നെ ഉണ്ടായിരുന്നു ഗ്രീൻ സർക്കിളും ഉണ്ട്, റെഡ് ക്രോസ് മാർക്ക്. ഇതിൽ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഐക്കൺ കണ്ടിട്ടില്ലേ, വാട്സപ്പിലൊക്കെ ഇമോജീസ് അയക്കത്തില്ലേ, അതിനകത്ത് ക്രോസ് മാർക്കും അതുപോലെ തന്നെ ഗ്രീൻ സിമ്പലൊക്കെ ഉണ്ടല്ലോ, അതേ രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഐക്കൺ സെറ്റിലുള്ളത്. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഡിജിറ്റൽ അറ്റൻഡൻസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? രാവിലെ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുന്നു, നമ്മളുടെ കയ്യിൽ ലാപ്പ് ഉണ്ട്, അതിനകത്ത് നമ്മളുടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ഫയൽ ഉണ്ട്. അറ്റൻഡൻസ് രജിസ്റ്റർ ഡിജിറ്റലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയൽ നമ്മൾ ഓപ്പൺ ആക്കുന്നു. അപ്പോൾ ഓരോ കുട്ടിയുടെ പേരും അതാത് മന്തിൻ്റെ ഡേറ്റും അവിടെ വന്നിട്ടുണ്ടാവും. കുട്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കണം, എത്ര വാല്യൂസിൻ്റെ മുകളിൽ വരുമ്പോഴാണ് ഗ്രീൻ വരേണ്ടത്. അപ്പം കുട്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ലോജിക്കലി ആലോചിക്കണം. ഇതിൻ്റെ ബേസ് ഞാൻ പറഞ്ഞു പോകുമ്പം ഗേറ്റിലോട്ട് എത്തും. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ്, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെന്റ് എന്നുള്ള ആ ഒരു കൗണ്ടിങ്ങിലേക്ക് എത്തും. ഇത് നമുക്ക് ലോജിക്ക് വെച്ചിട്ട് ചെയ്യാം, ലോജിക്ക് ഫങ്ഷൻസും വെച്ചിട്ടും കണ്ടീഷനും ചെയ്യാം. അല്ലാതെ സിമ്പിൾ ആയിട്ട് ഇവിടുത്തെ കണ്ടീഷൻ ഗ്രീൻ കളർ വരണമെന്നുണ്ടെങ്കിൽ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള രീതിയിലും അതർവൈസ് 0 എന്നുള്ള രീതിയിലും കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് അനു വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അനു വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ ഡിജിറ്റൽ അറ്റൻഡൻസിൽ 1 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 എന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എൻ്റർ കീയോ സ്പേസ് കീയോ അടിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കീ അടിച്ചു കഴിയുമ്പോൾ എന്താവും? ഈ 1 എന്നുള്ളത് മാറിയിട്ട് എന്താവും? ഗ്രീൻ സിമ്പിളാവും. ഇനി ഗീത വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ രാവിലെയും വന്നിട്ടില്ല ഉച്ചയ്ക്കും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആബ്സെന്റ് ആണ്. അപ്പോൾ ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 0 ഇട്ട് കൊടുക്കും. 0 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എൻ്റർ അല്ലെങ്കിൽ പ്രസ് ചെയ്യണ സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് വരും? റെഡ് ക്രോസ് സിമ്പിളായിട്ട് വരും. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും അവസാനം കൗണ്ട് ഇസ് ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് നമ്മൾ ഫംഗ്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസം വന്നിട്ടുള്ള കുട്ടികളുടെ ടോട്ടൽ എണ്ണം കിട്ടും. മനസ്സിലായോ? കഥ പറഞ്ഞത് മനസ്സിലായോ? ഉറങ്ങി എല്ലാവരും? എങ്ങനെയാ ചെയ്തു വന്നേന്നുള്ളത് മനസ്സിലായോ? പറയുമ്പോൾ ഒത്തിരി ഉണ്ട്, ചെയ്യുമ്പോൾ ഈസിയാണ്. ആദ്യമായിട്ട് കേൾക്കുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? നിങ്ങൾ അടുക്കളയിലാണ് കുട്ടീനെയൊക്കെ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടാവും, ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടോ, ഡൗട്ട് ഉണ്ടോ എന്നുള്ളെങ്കിലൊക്കെ ഒന്ന് ചോദിച്ചേ. എങ്ങനെയാണിത് വരണത് എന്നുള്ളത് മനസ്സിലായോ? ഞാനിവിടെ പ്രസന്റിന് 1 ആബ്സെന്റിന് 0 എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്തിട്ടാണ് കണ്ടീഷൻ കൊടുത്തത്. എന്നിട്ട് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നുള്ളത് ഇട്ട് കൊടുത്തതാണ്. 1 is equal to present. ഇത് വരുന്നതേ, അതായത് ഈ ഒരു സാധനം 1 0 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ കണക്ട് ചെയ്തെടുത്തതാ. നമ്മളുടെ കമ്പ്യൂട്ടറിന് 1 അല്ലെങ്കിൽ 0 മാത്രമാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഫയല് എന്തുകൊണ്ടാണ് 1 and 0 ഞാനിവിടെ പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫയല് കമ്പാറ്റബിലിറ്റി മോഡിലുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി കോംപ്ലിക്കേഷൻ ചെയ്യാതെ പ്രീവിയസ് വേർഷനിലൊക്കെ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സിംപ്ലി കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡേർഡൈസ് കൊണ്ടുവരുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് പ്രസന്റ് എന്നുള്ളതിന് 1ഉം ആബ്സെന്റ് എന്നുള്ളതിന് 0 എന്നുള്ള രീതിയിലും നമ്മൾ എടുത്തത്. നിങ്ങൾ ബൂളിയൻ ആൾജിബ്ര പഠിച്ചിട്ടുണ്ടോ? ബൂളിയൻ ലാംഗ്വേജ് പഠിച്ചല്ലേ? ഇവിടെ ബൈനറി ലാംഗ്വേജ്, ഡെസിമൽ സിസ്റ്റം, ഇതൊക്കെ പരീക്ഷയ്ക്കുള്ളതാണേ. ബൈനറി കൺവേർഷൻസ് ഒക്കെ ഇപ്പോൾ വലിയ രീതിയിലാണ് വരുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ അതൊക്കെ എടുത്തിട്ടുള്ളത്. നോക്കിയാൽ മതി, യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ, നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, കളർ സ്കെയിൽ ഇപ്പോൾ ഇതൊക്കെയാണോ? ഐക്കൺ സെറ്റ് പറഞ്ഞത് ഓക്കെ ആണോ? ഇനി ഇതല്ല കേട്ടോ, ഇപ്പം ഞാൻ പ്രസന്റ് ആൻഡ് ആബ്സെന്റ് ആണ് പറഞ്ഞത്.
അതുപോലെ തന്നെ ഓരോ റൂൾ, ഇപ്പൊ ട്രാഫിക് സിമ്പിൾസ് കാണിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പിടിതരാത്തൊരു സോഫ്റ്റ്വെയർ ആണ്. എത്ര പഠിച്ചു കഴിഞ്ഞാലും അതിനകത്ത് പഠിക്കാൻ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോണത്. സോ ഇതിപ്പോ ഞാൻ പ്രസന്റ് ആബ്സെന്റ് എന്നുള്ള രീതിയിൽ 2-3 കാര്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. വേറെയും ഒരുപാട് സിമ്പിൾ ഉണ്ട് കേട്ടോ. അത് ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ ഒരു ടാസ്ക് കിട്ടിക്കഴിയുമ്പോഴാണ്, ഇപ്പം നിങ്ങളിപ്പോൾ പഠിച്ച് LD ടൈപ്പിസ്റ്റ് ആയിട്ട് പോരുമ്പോൾ നമ്മളുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊന്നും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും എക്സൽ ചെയ്യുന്നില്ല. ജസ്റ്റ് അവർ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ടേബിൾസോ അങ്ങനെയുള്ള കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. പിന്നെ ഇപ്പൊ കയറിയിട്ടുള്ള ആളുകൾ കുറച്ചും കൂടെ നോളജ് ഉള്ളവർ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡൈസ് ആക്കാനായിട്ട് ആ ഒരു ഓട്ടോമേഷൻ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പഴയ ആളുകളൊക്കെ ആണെങ്കിൽ അവരിപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ചില ഓഫീസിൽ ചെല്ലുമ്പം അവർ എക്സലിൽ ടാബുലേഷൻ ചെയ്യുന്നതിന് പകരം വേർഡിലാണ് ടാബുലേഷൻ ചെയ്യുന്നത്. എന്നിട്ട് കാൽക്കുലേറ്ററിൽ കൂട്ടിയിട്ട് അതിന്റെ സമ്മൊക്കെ എഴുതുന്നു. നമ്മൾ നോക്കുമ്പം അത് എക്സലിൽ ചെയ്യുന്നത് എത്രയോ ബെറ്റർ ആണ്. അപ്പൊ പുതിയ ആളുകളൊക്കെ ഈ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ഓരോ ടാസ്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ച് എക്സൽ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതൊരു പ്രൊഫഷണൽ സ്കില്ല് പോലെയാണ് എക്സലിന്റെ ഒരു രീതി വന്നിട്ടുള്ളത്. ഇപ്പോൾ അറ്റൻഡൻസ് ക്രിയേറ്റ് ചെയ്യണ സിസ്റ്റം വന്നപ്പം ബാക്കി നമ്മൾ തിങ്ക് ചെയ്യണതാണ് എങ്ങനെ കണ്ടീഷൻ കൊടുക്കണം എന്നുള്ളത് യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ തിങ്കിങ് എബിലിറ്റി എക്സലിൽ കൂടുതലായിട്ട് വേണ്ടതാണ്. ഇന്നതാണ് എന്ന് നമുക്ക് പഠിച്ച് പറയാനാണ് പറ്റുള്ളൂ. പിന്നെ ഓരോരുത്തരും അതിന് ഡെവലപ്പ് ചെയ്യുന്നത് അവരവരുടെ സ്കിൽ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഐക്കൺ സെറ്റ് എന്താണ് എന്നുള്ളത് ഓർത്തോ, സിമ്പിൾ ആൻഡ് ഐക്കൺസ് ആണ് ഐക്കൺ സെറ്റിൽ കാണാനായിട്ട് പറ്റുക. പിന്നെ ആരോ ഡൗട്ട് ചോദിച്ചത് എന്തായിരുന്നു, കളർ സ്കെയിലാണ്. അതായത് നമ്മൾ ഒരു സെൽ റേഞ്ച് എടുത്തിട്ടുണ്ട്, ഞാനത് സ്ക്രീനിൽ കാണിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആവുക. ഇത് പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് വേണം അത് കാണിക്കാനായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അവരുടെ കുട്ടികളുടെ മാർക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അത് കളർ സ്കെയിലായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞത് മനസ്സിലായോ? ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കളർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കളർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരും ഇല്ല ഇതില്? ഫോണിലൊക്കെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ? ക്രോസ് അല്ല. കളർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു കളർ സെലക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ കളറ് 0% to 100% to 0% എന്നുള്ള രീതിയിൽ വരും. അതായത് 100% എന്ന് പറയുമ്പം ഏറ്റവും കൂടുതലായിരിക്കും, അവിടുന്ന് കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ പ്യുവർ വൈറ്റ് കളർ ആയിരിക്കും. അതായത് ഇവിടെ നമ്മളൊരു ഡാർക്ക് ഗ്രീൻ ആണ് സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറഞ്ഞ് ഇവിടെ ഒരു ലൈറ്റ് ഗ്രീൻ വരും. ആ ഗ്രീൻ കളർ ഇങ്ങനെ കുറഞ്ഞ് ലാസ്റ്റ് ഒരു വൈറ്റ് രീതിയിലെത്തും. തിരിച്ചും വരാട്ടോ, അങ്ങനെ വരുന്നത്. ഇപ്പൊ ഒരു കളർ വെച്ചിട്ടാണ് ഇത് പറഞ്ഞത്, അത്തരത്തില്. അതാണ് കളർ ഗ്രേഡിയന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ എങ്ങനെയാ കളർ ഗ്രേഡിയന്റ് എന്നുള്ളതൊക്കെ ലൈവായിട്ട് കാണാം. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. സോ കളർ സ്കെയിൽ ഗ്രേഡിയന്റ് പോലെ ആയിട്ടാണ് കാണിക്കുക. ഇനി ഇത് PSC നമ്മൾക്ക് വേണ്ടിയിട്ട് ഇനി മാറ്റി വെക്കാൻ പോകുന്ന ഒരു റെയർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ആളാണ്. 3, 4, 5, 6 എത്ര സ്റ്റാർ ഇട്ട് വേണമെങ്കിലും ഓർത്തിരുന്നോ, ഇതുവരെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് വന്നിട്ടില്ല. എത്ര ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്റ്റോപ്പ് ഇഫ് ട്രൂ എന്ന് പറഞ്ഞൊരു കാര്യമേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. പക്ഷേ ഇത് പഠിച്ചു വെച്ചേക്കുക. ഇന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത്, അതായത് നിയർലി ഒരു 2 ഇയേഴ്സിനകം കമ്പ്യൂട്ടർ റിലേറ്റഡ് എക്സാമിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റോപ്പ് ഇഫ് ട്രൂ. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് സ്റ്റോപ്പ് ഇഫ് ട്രൂ എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാന്നുള്ളതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസും ഇന്നത്തെ വീഡിയോടൊപ്പം തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഓറിയന്റേഷൻ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് നോക്കുക കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് തരുന്നതാണ്. ഇന്ന് അതിൻ്റെ കൂടെ തന്നെയാണ് പറഞ്ഞു പോയേക്കുന്നത്. സോ സ്റ്റോപ്പ് ഇഫ് ട്രൂ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഇറ്റ്സ് റിലേറ്റഡ് ടു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തെന്ന് എഴുതണം? സ്റ്റോപ്പ് ഇഫ് ട്രൂ ഈസ് റിലേറ്റഡ് ടു. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയണത്. ഈസ് റിലേറ്റഡ് ടു എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് ABC എന്ന് 3 ഓപ്ഷൻസ് ഉണ്ട്. 4ാമത്തെ ഓപ്ഷനായിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉണ്ട്. എന്തെഴുതണം? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെയും ഇവിടുന്ന് വന്നിട്ടില്ല. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും പുറത്തെടുത്ത് കഴിയുമ്പോൾ PSC എടുക്കാൻ പോകുന്ന വജ്രായുധമായിരിക്കും ഈ സ്റ്റോപ്പ് ഇഫ് ട്രൂ. കാരണം അത്രയും അകത്തുനിന്നാണ്. കാരണം നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റില്ല, കുറച്ച് വളഞ്ഞ വഴി നോക്കിക്കഴിഞ്ഞാലാണ് ഇത് കാണാൻ പറ്റുള്ളൂ.
സാധാരണ നമ്മൾ എവിടെയും ഓഫീസിൽ എവിടെയും ഇത് ഉപയോഗിക്കുന്നില്ല, കോർപ്പറേറ്റുകളിലൊക്കെയാണ് ഉപയോഗിക്കുക. വലിയ വലിയ ബൾക്ക് ഡാറ്റ അതൊന്നും എക്സൽ അല്ല ഇപ്പം എല്ലാവരും ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇത് മൺമറഞ്ഞു പോയിരിക്കുന്ന അല്ലെങ്കിൽ ഹിഡൻ ആയിരിക്കുന്ന ഒരു ട്രഷറാണ്. പക്ഷേ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ട്രഷർ പോയിന്റ് ആണ് ഇത്. അപ്പോൾ സ്റ്റോപ്പ് ഇഫ് ട്രൂ എന്ന് പറയുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കൺട്രോളിംഗ് ആണ്. ഓക്കെ, റൂള് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കൺട്രോൾ കൊടുക്കുന്നതാണ് സ്റ്റോപ്പ് ഇഫ് ട്രൂ. അതായത് സിമ്പിളായിട്ട് എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ഇഫ് ട്രൂ എന്താണെന്നുള്ള വാക്ക് ഇവിടെ പഠിച്ചോ, എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ ഇപ്പോൾ പഠിക്കാം. ഓക്കെ ആണോ? ഇത് ഇവിടുത്തെ റെയർ ക്വസ്റ്റ്യൻ ആണ്. കളർ മാറ്റിയോ എങ്ങനെയാന്ന് വെച്ചാൽ ശ്രദ്ധ കിട്ടുന്ന തരത്തിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതുവരെയും ചോദിച്ചിട്ടില്ല, ചോദിച്ചു കഴിഞ്ഞാൽ അത് റാങ്ക് മേക്കിംഗ് ആണ്. ഓക്കെ, അപ്പം 4 പ്രധാന കാര്യങ്ങളായിട്ട് ഫാക്റ്റുകൾ നമ്മൾ പറഞ്ഞു. ഡാറ്റ ബാർ എന്ന് പറഞ്ഞാൽ സെല്ലിനകത്ത് ബാറുകളായിട്ട് അതിൻ്റെ ഒരു അപ്പിയറൻസ് കാണിക്കുന്നതാണ്. കളർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ ഇപ്പം എത്ര പേരുണ്ട്? 29 പേരോ? ഈ 29 പേരും എന്തായാലും എഴുതേണ്ടി വരും. പിന്നെ ഏതെങ്കിലും ഭുജികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ എക്സൽ ചെകഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റും. അല്ലാതെ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടില്ല, ഇതൊരു റാങ്ക് ഫയലിലും ഇല്ല. അത് ഞാൻ അഷ്വർ ചെയ്യാം. ഇതൊരൊറ്റ റാങ്ക് ഫയലിൽ 2026 ഇത് കാണിച്ചിട്ടില്ല. കാരണം റാങ്ക് ഫയലിൽ ജസ്റ്റ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഒരു ഫോട്ടോ മാത്രം കാണിക്കുന്ന റാങ്ക് ഫയലുകളെ ഇപ്പോൾ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇതൊന്നും ഒരൊറ്റ റാങ്ക് ഫയലിൽ ഇല്ലാത്ത കാര്യമാണ്, നോക്കി വെച്ചേക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് അധികം പാസ്സാക്കാതിരിക്കുക. ഓക്കെ, നമ്മളുടെ 1 മാർക്കിനാണെങ്കിൽ 1 മാർക്കിന് നല്ലപോലെ വിലയുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളെപ്പോലെ പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു ടീം അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ സമരം ഇരിക്കുകയാണ്. അപ്പം ഞാൻ 2-3 ആഴ്ചയായിട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത്. എപ്പോഴും ഈ സൈഡ് പോണ സമയത്ത് കാണുന്നതാണ് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളെപ്പോലെ തന്നെ പരീക്ഷ എഴുതിയിട്ടുള്ളത് ആരാണ്. അപ്പം ആദ്യം റാങ്ക് കിട്ടിയവർ വരെ അതിനകത്തുണ്ട്. അപ്പം നാളെ നമുക്കും എങ്ങനെയാവും എന്നുള്ളതൊന്നും PSC കാര്യങ്ങളിൽ ഇപ്പം ഭരണകൂടം മാറിയതുകൊണ്ട് ഏതാന്നുള്ളൊരു പിടുത്തമൊക്കെ ആയി വരുന്നുള്ളൂ. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് 6 മാസം കഴിഞ്ഞ എക്സാം അല്ലേ എന്നുള്ളതൊക്കെ. അപ്പം 6 മാസം വരെ എക്സാം ആണെന്ന് കൊണ്ടുവന്നത് കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള ആ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് വന്ന സമയത്ത് ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊരു പരിചയമൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ നമുക്ക് എങ്ങനെയാണെന്ന് പറയാനായിട്ട്. നേരത്തെ ആണെങ്കിൽ ഞാൻ കണ്ണടച്ച് പറയുമായിരുന്നു 6 മാസം കഴിഞ്ഞാൽ തന്നെ എക്സാം ഉണ്ട് എന്നുള്ളത്. ഇപ്പം എല്ലാം ഈ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളിലൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് വിട്ടൊരു മറുപടി പറയാത്തത്. അപ്പം നിങ്ങൾ പഠിക്കുന്ന നോട്ടുകൾ നിങ്ങൾ തന്നെ കയ്യിൽ കീപ്പ് ചെയ്യുക. പ്രത്യേകം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ അഷ്വർ ചെയ്ത് പറഞ്ഞതാണ്. ഇത് ഏത് റാങ്ക് ഫയൽ ഞാൻ എന്ത് പറയുവാണെങ്കിലും ഏത് ഫയലിൽ നോക്കിയാലും ഈ ഒരു സാധനം ഇല്ല. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള 29 പേരുടെ കയ്യിൽ എന്തായാലും ഇതിൻ്റെ ഫയൽ ഉണ്ടായിരിക്കും. ഈ സാധനം പുറത്തു പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് ഇവിടെ നിന്നാണ് പോയിട്ടുള്ളത് എന്നുള്ളത്. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ കൂടും. നമുക്കറിയാം LD ടൈപ്പിസ്റ്റ് എൻ്റെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ്. 5-6 വർഷം കൊണ്ട് ഇതിപ്പോൾ പോവും ഇപ്പം പോകുമെന്നും പറഞ്ഞിരിക്കുമ്പോഴും പോകത്തില്ല എന്നുള്ള രീതിയിലുള്ള ഫയലിങ്ങും കാര്യങ്ങളും കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും എക്സാം എഴുതാനുള്ള ചാൻസുകൾ വരുന്നത്. അപ്പം മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കാതെ ഏജ് ഓവർ ആയവരോട് പ്രത്യേകിച്ചും എത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പഠിക്കുക, എത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ. ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ. സ്പോർട്സിൽ നമുക്ക് ജയിക്കണമെന്നേ ഉള്ളൂ, മറ്റൊരാളെ തോൽപ്പിക്കണം എന്നല്ല. പക്ഷേ നമുക്കിവിടെ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാർക്ക് ഹൈ ആയിരുന്നു. കാരണം എന്താണെന്നറിയോ, എനിക്ക് തന്നെ ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. PSC എക്സാമിലല്ല, സാധാരണ കോളേജ് എക്സാമിൽ നമ്മൾ അപ്പുറത്ത് ആൻസറൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആൻസർ പറഞ്ഞു തരത്തില്ല. അവസാനം റിസൾട്ട് വരുമ്പം അവർക്കായിരിക്കും മാർക്ക് കൂടുതലുണ്ടായിരിക്കുക. ചിലപ്പോൾ അവർക്ക് മാർക്ക് നമ്മളെക്കാളും കൂടുതലാവാൻ കാരണം നമ്മൾ പറഞ്ഞു കൊടുത്ത ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ്റെ മാർക്കായിരിക്കും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പം ഒരു സെൽഫിഷ് കാണിക്കുന്നതിൽ പ്രശ്നമില്ല. അല്ലാതെയൊക്കെ നമ്മൾ പഠിക്കുന്നതിൽ സഹായിക്കാം. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഈ റാങ്ക് ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ റാങ്ക് ഹൈ ആക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ? എന്താ പറഞ്ഞതെന്നുള്ളത് മനസ്സിലായല്ലോ? കാരണം ഞാൻ ഓപ്പൺ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മളൊന്ന് തല കുനിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തലയെ ചവിട്ടി കയറാൻ മാത്രമേ ആൾക്കാരുള്ളൂ. നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതൊന്നും ഇങ്ങോട്ട് തിരിച്ചോ ആരും പ്രതീക്ഷിക്കേണ്ട. ഇതിൽ എൻ്റെ അടുത്ത് ആർക്ക് വേണമെങ്കിലും തർക്കിക്കാവുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ കൊണ്ട് പറയുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ നിങ്ങളായിട്ട് എറിയാൻ വടി കൊടുക്കുന്ന കണക്കാണ്.
അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഹിഡൻ ആയിട്ട് വെക്കുക. നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ദയവ് ചെയ്ത് ആരുടെടുത്തും പറയാണ്ടിരിക്കുക. ഓക്കെ, റിസൾട്ട് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം അത് ഇങ്ങനെ നോക്കിയിരിക്കാൻ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിരിക്കാൻ കുറേ ആൾക്കാരുണ്ട്. അവര് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, വളരെ ലേസി ആയിട്ട് നടക്കാന്ന് വിചാരിച്ചോട്ടെ. പക്ഷെ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഉറക്കം ഉളച്ചിരുന്ന് പഠിക്കുക, ഇങ്ങനെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നിധി പോലെ എടുത്ത് വെക്കുക, പഠിക്കുക, ആവശ്യം വന്നാൽ ഉപയോഗിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ സ്വന്തം തന്നെ ആണെന്നുണ്ടെങ്കിലും സ്വന്തത്തിനൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇപ്പം കേട്ടോ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫൈൻ. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് അതിനകത്ത് ഒരു കാര്യം കൂടെ ഉള്ളതാണ്. നമ്മളുടെ സെല്ലിനകത്ത് എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൈലൈറ്റ് റൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ വഴിയാണ് നമുക്കിത് എടുക്കാൻ പറ്റുക. ഓക്കെ ആണോ? തിരിച്ചു വന്നോ ക്ലാസ്സിലേക്ക്? കുറച്ചൊക്കെ അങ്ങ് പറഞ്ഞു പോയി. ഓക്കെ ആണോ? തിരിച്ചു വന്നോ? നമ്മൾ ആദ്യം തിരിച്ചു വന്നോ? ഓക്കെ, അപ്പം നമ്മള് എന്താ ഹൈലൈറ്റ് റൂൾസ് എന്ന് പറഞ്ഞൊരു കാര്യം ബൈ ഡീഫോൾട്ട് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും റിപ്പീറ്റഡ് വാല്യൂസ് കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിപ്പീറ്റഡ് വാല്യൂസ് കാണാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കാണണം എന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്സിലെ ഹൈലൈറ്റ് റൂളാണ് അതിന് ഉപയോഗിക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹൈലൈറ്റ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ അല്ലേ? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കാണാനായിട്ട് പറ്റും. അത് കാണാനായിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്സിനകത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഹൈലൈറ്റ് റൂൾ എന്ന് പറയുന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുമ്പോൾ അടുത്തടുത്ത ഓപ്ഷൻ വരും. അങ്ങനെ ക്ലിയർ ആണല്ലോ? ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കാണാനായിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് സെലക്ട് ചെയ്യുക, അതിനകത്ത് ഹൈലൈറ്റ് റൂൾസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ സെൽ അല്ലെങ്കിൽ സെൽ റേഞ്ചിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ കാണിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമ്മൾ ഇന്ന് 8:21 ക്ലാസ് തുടങ്ങിയത്. അതുകൊണ്ട് ഒരു 9:30 വരെ കാണേ. ഓറിയന്റേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോപ്പ് ഇഫ് ട്രൂ എന്ന് പറയുന്ന കാര്യം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ഇഫ് ട്രൂ എന്ന് പറയുന്നത് ആ ഒരു പേര് ഓർത്തിരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എന്താണെന്നാണ്, ഇത് എങ്ങനെയാണെന്നുള്ളത് ചെയ്യുന്നതൊക്കെ ഇത്തിരി പാടാണ്. എന്താന്ന് ഞാൻ പറഞ്ഞു പോകത്തേ ഉള്ളൂ. സ്റ്റോപ്പ് ഇഫ് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്സലിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യുമ്പോൾ ഒരു സെല്ലിൽ തന്നെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുക്കാമെന്ന് നമ്മൾ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞു. മൾട്ടിപ്പിൾ കണ്ടീഷൻ ഓർക്കുക കേട്ടോ. ഒന്നാമത്തെ കണക്റ്റിംഗ് വേർഡ് ആണ് പറയണത്, മൾട്ടിപ്പിൾ കണ്ടീഷൻ. ഒരു സെല്ലിനകത്ത് നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഒരേ കണ്ടീഷൻ തന്നെ, അതായത് ഇപ്പൊ നമ്മൾ ഒരു സെല്ല് എടുക്കുകയാണ്, ആ സെല്ലിലെ വാല്യൂ ഒരു 520 ആണെന്ന് വെച്ചോ. ആ സെല്ലിൽ 520 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. എന്നിട്ട് നമ്മൾ അത് ചെയ്യണ സമയത്ത് ആദ്യത്തെ കണ്ടീഷൻ കൊടുക്കുകയാണ്. മൾട്ടിപ്പിൾ കണ്ടീഷൻ എന്താ ഹൈലൈറ്റ് ചെയ്യാൻ പറയണത് ഗ്രേറ്റർ ദാൻ 50 വരുന്ന വാല്യൂസ് ആണ്. ഓക്കെ, 50ന് മുകളിലുള്ള വാല്യൂ ചെയ്യാനായിട്ട് പറയും. ദെൻ ഗ്രേറ്റർ ദാൻ 100ന് മുകളിലുള്ള വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറയും. ഒരേ സെല്ലിൽ തന്നെയാണ് കേട്ടോ കൊടുക്കണത്. ദെൻ ഗ്രേറ്റർ ദാൻ 250. ഇങ്ങനെ 3 കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മളുടെ കയ്യിൽ നമ്മളുടെ സെല്ലിന്റെ പേര് A1 എന്നാണ് വെച്ചോ. A1 എന്ന് പറയുന്ന സെല്ലുണ്ട്. ആ സെല്ലിനകത്തെ കണ്ടന്റ് 520 ആണ്. ഈ സെല്ലിന്റെ മുകളിൽ നമ്മൾ 3 കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്. ഈ സെല്ല് ഗ്രേറ്റർ ദാൻ 50 ആണെന്നുണ്ടെങ്കിൽ എന്ത് കാണിക്കണം? ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സെല്ലിൽ തന്നെ നമ്മൾ 3 കണ്ടീഷൻ കൊടുക്കുകയാണ്. ഗ്രേറ്റർ ദാൻ 50 ആണോ എന്ന് നോക്കണം, ഗ്രേറ്റർ ദാൻ 100 ആണോ എന്ന് നോക്കണം, ഗ്രേറ്റർ ദാൻ 250 ആണോ എന്ന് നോക്കിയിട്ട് ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യണം, ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യണം, ഗ്രേറ്റർ ദാൻ 250 ആണെങ്കിലും ഹൈലൈറ്റ് ചെയ്യണം. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ഇതാണ് നമ്മൾക്ക് കൊടുത്തേക്കുന്ന കണ്ടീഷൻ. ഒരു സെല്ലിൽ 3 കണ്ടീഷൻ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ഇതില് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഏതാണെന്നുള്ളത് നോക്കൂ. ഓക്കെ, എപ്പോഴാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്? ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ഏതാ?
250 കൊടുത്തപ്പോൾ ഹൈലൈറ്റ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി 150 കൊടുക്കുമ്പോൾ എന്താണ് ഹൈലൈറ്റ് ആവും അല്ലേ? അല്ലേ? മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇരട്ടി പണിയാണ്. അതായത് കണ്ടീഷൻ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ >50 ആണോ? അതെ, അപ്പൊ സെല്ലിന് വന്നിട്ട് കളർ കൊടുക്കണം. അടുത്ത സമയത്ത് സെല്ല് ചെക്ക് ചെയ്യും >100 ആണോ എന്നുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പോഴും ചെക്ക് ചെയ്യും >100 ആണ്, അപ്പോഴും കളർ കൊടുക്കണം. രണ്ടാമത്തെ പണി. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും >250, അപ്പോഴും >250 ആണ്, അപ്പോഴും ആ കണ്ടീഷനും ട്രൂ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോഴും കളർ കൊടുക്കണം. അപ്പൊ നമ്മളുടെ ആ അക്യുമുലേറ്റർ ആണ് ഈ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അക്യുമുലേറ്റർ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ ചെയ്യണത്. അപ്പോൾ ആ ചെറിയ സെക്കൻഡിനുള്ളിൽ അയാൾ 3 തവണ പണിയെടുക്കേണ്ടതായിട്ട് വരും. ഞാൻ ഇതിന്റെ കുറച്ച് ബാക്ക് എൻഡും കൂടെ ചേർത്തിട്ടാണ് പറയണത്. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് ആർക്കിടെക്ചർ ഭാഗങ്ങളിലേക്ക് വരും കമ്പ്യൂട്ടറിന്റെ. അപ്പം നമ്മൾ 3 കണ്ടീഷൻ പറഞ്ഞിട്ട് ആ ഒരു സെല്ലിലെ കണ്ടന്റ് ചെക്ക് ചെയ്യാൻ പറയുമ്പം അക്യുമുലേറ്റർ 3 തവണ വന്ന് ചെക്ക് ചെയ്യണം അല്ലേ? ഞാൻ അക്യുമുലേറ്റർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് കൺട്രോളിനകത്ത് കാര്യങ്ങളാണ് കേട്ടോ. അതിന്റെ കുറച്ചും കൂടെ ബേസ് ഇറങ്ങി പറഞ്ഞതാണ്. ALU ആണ് ചെക്ക് ചെയ്യണത് അല്ലേ? പോയോ? കിളി പോയോ? ഓക്കെ ആണോ പറയുന്നേ? ആരും മിണ്ടുന്നില്ല. എവിടെങ്കിലും വെച്ച് കിളി പോകുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറയണം കേട്ടോ. എക്സൽ ഇത്തിരി ടഫാണ്, അതുകൊണ്ടാണ് പറയണത്. മാത്സും കൂടെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുമ്പം അക്യുമുലേറ്റർ അല്ലെങ്കിൽ ALU പലതവണ പണിയെടുക്കേണ്ടതായിട്ട് വരും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് തവണ ജോബ് ക്യാരി ചെയ്യേണ്ടതായിട്ട് വരും, പണി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് പകരം അയാൾ എന്ത് ചെയ്യുമെന്നറിയോ? ഈ തന്നിരിക്കുന്ന കണ്ടീഷൻസിനകത്ത് ഏറ്റവും വലിയ കണ്ടീഷൻ ഏതാണെന്ന് നോക്കും. ഓക്കെ, ഏറ്റവും വലിയ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ബാക്കിയെല്ലാം ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതങ്ങ് നിൽക്കണം. മനസ്സിലായോ? കണ്ടീഷൻ എപ്പോൾ സാറ്റിസ്ഫൈ ആവുന്നോ അപ്പൊ എന്ത് ചെയ്യണം? ആ ചെക്കിങ് നിർത്തണം. അതാണ് സ്റ്റോപ്പ് ഇഫ് ട്രൂ എന്ന് പറയണത്. ഇഫ് വന്നു കഴിഞ്ഞാൽ ലോജിക് ആണ്, കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നിർത്തുക. മനസ്സിലായോ? മനസ്സിലായോ? പിന്നെയും ചെക്ക് ചെയ്യണ്ട എന്നുള്ളത് ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുത്തിട്ടുള്ള മൾട്ടിപ്പിൾ കണ്ടീഷൻസിനകത്ത് അതിന്റെ പ്രിയോറിറ്റി അനുസരിച്ച് അക്യുമുലേറ്റർ ഓരോ കണ്ടീഷൻസ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ കണ്ടീഷൻസിനകത്ത് ഏത് കണ്ടീഷനാണോ അതിനകത്ത് ഗ്രേറ്റസ്റ്റ് പോസിബിൾ കണ്ടീഷനായിട്ട് വരുന്നത് അത് ട്രൂ ആയി കഴിഞ്ഞാൽ അതിന്റെ താഴോട്ട് വരുന്ന എല്ലാം ട്രൂ ആയിരിക്കും. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് അത് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് ബാക്കിയുള്ള തിങ്കിങ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് സ്റ്റോപ്പ് ഇഫ് ട്രൂ എന്ന് പറയുന്നത്. ഇത് വലിയ ഡാറ്റാസ് ഒക്കെ ചെയ്യുമ്പോഴാണ്, മൾട്ടിപ്പിൾ ഇങ്ങനെയുള്ള കുറെ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ആവശ്യമായിട്ട് വരിക. നമുക്കിവിടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇത് എന്താന്ന് പഠിച്ചു പോയാൽ മതി. കാര്യം ക്ലിയർ ആണല്ലോ? മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുമ്പം ഒരേ കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആണെങ്കിൽ ഹയസ്റ്റ് വാല്യൂസ് നോക്കും. ഹയസ്റ്റ് വാല്യൂ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ആ തിങ്കിങ് അവിടെ നിർത്തി റിസൾട്ട് കാണിക്കും. മനസ്സിലായോ? ഇതിങ്ങനെ മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമ്മളുടെ സാധാരണ കമ്പ്യൂട്ടറൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിന്റെ റാമും ഒക്കെ വെച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, ഒരു അരമണിക്കൂറൊക്കെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതൊക്കെ വലിയ കോർപ്പറേറ്റ് ഭാഗങ്ങളിലൊക്കെയാണ് ഇങ്ങനെയുള്ള കളികളൊക്കെ എക്സലിൽ ഉപയോഗിക്കുക. ജസ്റ്റ് ഓർത്തിരിക്കുക, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുമ്പം ആ കണ്ടീഷൻ ഏതാണോ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്നത് അവിടെ വെച്ചുകൊണ്ട് ഇവാലുവേഷൻ ബ്രേക്ക് ചെയ്തിട്ട് റിസൾട്ട് കാണിക്കുന്നതാണ് സ്റ്റോപ്പ് ഇഫ് ട്രൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് സാറ്റിസ്ഫൈഡ് കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് പിന്നെ നോക്കത്തില്ല. ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. അങ്ങനെ ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, സോ ഇത്രയാണ് തിയറി ബേസിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അത് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്നൊന്നും കാണാൻ പറ്റത്തില്ല, കുറച്ച് വഴികളിലൂടെ പോയെങ്കിലേ അത് കാണാൻ പറ്റുള്ളൂ. ഇപ്പം പോവാം. സ്ട്രേറ്റ് ആയതാന്ന് തോന്നുന്നു, ഒരു ഐ സിമ്പിൾ വന്നിട്ട് ഇതുവരെ മാറുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ചെറിയൊരു നെറ്റ്വർക്ക് പ്രോബ്ലം വന്നതാണ്.
1 മണിക്കൂറായല്ലേ ഓൾറെഡി. പെട്ടെന്ന് പറഞ്ഞിട്ട് നിർത്താം. നിങ്ങൾ എക്സൽ ഷെയർ ചെയ്തത് വരെ കണ്ടായിരുന്നോ? ഓക്കെ, ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് നെറ്റ് റീകണക്റ്റിംഗ് എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പം നോക്കിയപ്പോഴാണ് ഈ നെറ്റ് പോയത് കണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ടൂൾ ടിപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും എഴുതി കാണിക്കുന്നുണ്ടോ? എന്താണ് എഴുതിയേക്കണേന്നുള്ളത് വായിക്കാം. ഹൈലൈറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് സെൽസ്, എംഫസൈസ് അൺയൂഷ്വൽ വാല്യൂ ആൻഡ് വിഷ്വലൈസ് ഡാറ്റ യൂസിങ് ഡാറ്റ ബാർ, കളർ സ്കെയിൽ, അങ്ങനെയാണ് എഴുതിയേക്കണത്. അത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പം കാണാമോ? ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ആരോ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ, അയാളുണ്ടോ? എന്താ പ്രിന്റ് സ്ക്രീൻ എന്താന്ന് ചോദിച്ച ആളുണ്ടോ? ക്ലാസ്സിൽ ഉണ്ടോ? ഇപ്പോൾ പ്രിന്റ് സ്ക്രീൻ എന്താന്ന് എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ? അത് ആരായിരുന്നു? ആരോ ഒരാൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. പ്രിന്റ് സ്ക്രീൻ ഒന്ന് എക്സിറ്റ് ആയിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ലോഗിൻ ചെയ്യണേ, അല്ലെങ്കിൽ എൻ്റെ എജുവാലി എന്നുള്ളതൊന്ന് പിൻ ചെയ്ത് വെക്കൂ. പ്രിന്റ് സ്ക്രീൻ എന്താണെന്ന് ചോദിച്ച ആൾ ലോഗിൻ ആയിട്ടുണ്ടോ? ആരാന്നുള്ള പേര് മറന്നുപോയി, അതുകൊണ്ടാട്ടോ ചോദിക്കണേ. കഴിഞ്ഞ ദിവസം ആരോ എൻ്റെ അടുത്ത് ഒരു ഉച്ച സമയത്താണെന്ന് തോന്നുന്നു പ്രിന്റ് സ്ക്രീൻ എന്താണ് എന്നുള്ള രീതിയിൽ, അത് ഏത് കീയ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ സ്ക്രീൻ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആവുന്ന കീ ആണ് സ്ക്രീൻ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഞാൻ അതാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഒരു പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു കീ ഓർത്തിരിക്കുക കേട്ടോ. നമ്മളുടെ സ്ക്രീനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്ന കീ ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രിന്റ് സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ക്ലിപ്പ് ബോർഡിൽ അത് സേവ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യണ സമയത്ത് ആ സ്ക്രീൻ അങ്ങ് കാണിക്കും. ഇപ്പം ഞാൻ ക്രോപ്പ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മൗസ് ഇതിലിങ്ങനെ കൊണ്ടുവച്ചപ്പോഴാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ഇങ്ങനെ സ്ക്രീൻ ടിപ്പായിട്ട് നമുക്ക് കാണിച്ചു തന്നത്. അത് 2007 വേർഷൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ബെനിഫിറ്റ് ആണ്. ഒന്നും അറിയാത്ത ഒരാൾക്കും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു യൂസർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് എക്സലിൽ 2007 മൈക്രോസോഫ്റ്റ് ഓഫീസിൽ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ബേസിൽ പഠിക്കുന്നതാണ്. സോ അതിൻ്റെ എനിക്ക് തോന്നുന്നു പുറത്ത് മഴയാണോ അതോ മൂടിക്കെട്ടി നിൽക്കുകയാണോ എന്നറിയില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ അതൊരു റഷ് ടൈമും കൂടെ ആണല്ലോ. എല്ലാവർക്കും ഉണ്ടോ? ബ്രേക്ക് ഉണ്ടോ? എല്ലാവർക്കും ബ്രേക്ക് ആണോ? ഹലോ, ഇല്ല. ഓക്കെ, അപ്പം നമ്മളൊരു സ്ക്രീനിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കാണിക്കുന്നതിനെയാണ് സ്ക്രീൻ ടിപ്പ് എന്ന് പറയുക. അപ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ കൊണ്ടുവച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഈ വക കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. എന്താണ്? ഹൈലൈറ്റ് ഇൻട്രസ്റ്റിംഗ് സെൽ, emphasize unusual value and visualize data using data bar, color scale and icon set based on a criteria എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ്റെയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻ്റെയോ ബേസിൽ സെല്ലിനെ വിവിധ ഐക്കൺ സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോർമാറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഹൈലൈറ്റ് സെൽ റൂൾ, അതിൽ തന്നെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ എ ഡേറ്റ് ഒക്യൂറിങ്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആ ഡേറ്റുകൾ എന്ത് ചെയ്യും? ഹൈലൈറ്റ് ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അങ്ങനെ പലവിധ ഓപ്ഷൻസ് ഹൈലൈറ്റ് സെൽ റൂൾസിൽ കാണാൻ പറ്റും. ഇത് കാണുന്നില്ല? ഒരു മിനിറ്റ്, ഇപ്പോൾ കാണിക്കാം. ഞാനേ എൻ്റെയർ സ്ക്രീൻ അല്ല കൊടുത്തത്, അതുകൊണ്ടാണ്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്ന? ഓക്കെ, നേരത്തെ ഞാൻ എക്സലിന്റെ വിൻഡോ മാത്രമാണ് കൊടുത്തത്, അതുകൊണ്ട് അത്തോ കാണാനേ. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈലൈറ്റ് സെല്ല് റൂള് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ വിവിധ ഓപ്ഷൻസ് വരും.
greater than, less than, between, equal to, text that contain, a date occurring, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡേറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതെടുത്ത് കൊടുത്താൽ മതി, അപ്പോൾ ഡേറ്റ് കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ ആ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്താൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആവുക. ഇനി ടോപ്പ് ഓർ ബോട്ടം റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 10 ആളുകൾ 10%, ടോപ്പ് 10%കൾ കാണിക്കുക, അല്ലെങ്കിൽ അവസാനത്തെ 10 ഐറ്റംസ് കാണിക്കുക, അങ്ങനെ, അല്ലെങ്കിൽ ഏവറേജിന് താഴെ ഏവറേജിന് മുകളിൽ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണ്ടീഷൻ അസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിലുള്ള ബിൽറ്റ് ഇൻ ഓപ്ഷൻസ് ആണ് ഇത്രയും വരുന്നത്. ഇനി ഡാറ്റ ബാർ എന്ന് ഇത് കണ്ട ഇങ്ങനെ ബാറുകൾ, ആ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബാറുകളായിട്ട് സെൽ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് ഡാറ്റ ബാർ എന്ന് പറയുന്നത്. പലതരത്തിൽ നമുക്കത് കളറുകൾ ചെയ്യാൻ പറ്റും. കളർ ഗ്രേഡിയൻ്റ് ആയിട്ട് കാണിക്കുന്നതാണ് കളർ സ്കെയിൽ എന്നുള്ളത് പറഞ്ഞത്. ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. ഡിസ്പ്ലേ എ 2 or 3 കളർ ഗ്രേഡിയൻ്റ് ഇൻ എ റേഞ്ച് ഓഫ് സെൽ, ദ ഷെയ്ഡ് ഓഫ് ദ കളർ റെപ്രസെൻറ്റ് വാല്യൂ ഇൻ ദ സെൽ. അത് ഓർത്തിരിക്കുക കേട്ടോ. ആ കളറ്, ആ ഷെയ്ഡ് ഉദ്ദേശിക്കുന്നത് എന്താ, ആ സെല്ലിലെ വാല്യൂവിനെയാണ് ആ ഷെയ്ഡ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വാക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. എന്താ, ദ ഷെയ്ഡ് ഓഫ് കളർ റെപ്രസെൻറ്റ്സ് ദ വാല്യൂ ഇൻ ദ സെൽ. അത് ഓർത്തിരിക്കുക. ദി ഷെയ്ഡ് ഓഫ് കളർ റെപ്രസെൻറ്റ്സ് ദി വാല്യൂ ഓഫ് സെൽ. സെല്ലിലെ വാല്യൂവിനെയാണ് ഷെയ്ഡ് ഓഫ് കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അടുത്തത് എന്താ പറയുക, ഐക്കൺ സെറ്റുകളുണ്ട്. ഐക്കൺ സെറ്റ് കണ്ടോ, പലതരത്തിലുള്ള ഐക്കൺ സെറ്റുകളുണ്ട്. അതിൽ ഞാൻ അറ്റൻഡൻസ് എടുക്കാനായിട്ട് നേരത്തെ പറഞ്ഞത് ഇതാണ്. പ്രസൻ്റ് ആണെങ്കിൽ എന്താ ഗ്രീൻ സർക്കിൾ, ആൻഡ് ഇൻറ്റു ആണെങ്കിൽ ആബ്സെൻ്റ് എന്നുള്ള രീതിയിൽ. അത് നമുക്ക് ഇതിലും ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. നമ്മളുടെ ഇഷ്ടമാണ്, നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ഈ 5 ഓക്കെ ആണോ, എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾക്ക് പുതിയതായിട്ടൊരു റൂള് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ റൂള് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനത്തെ റൂളാണ് എന്നുള്ളത് ഓൾറെഡി ഇതിനകത്ത് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. സോ ലോവസ്റ്റ് വാല്യൂ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. മിനിമം ആണ് ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന ഒരു റൂള് വെച്ചിട്ട് പറയാം. ഇനി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോപ്പ് ഇഫ് ട്രൂ എവിടെയാണ് കാണാൻ പറ്റുക എന്നുള്ളത്. സ്റ്റോപ്പ് ഇഫ് ട്രൂ കാണാൻ പറ്റുന്നത് മാനേജ് റൂൾസ് എടുക്കുക. കണ്ടീഷണൽ ഫോർമാറ്റിങ്സിൽ മാനേജ് റൂൾസ് എന്നുള്ളത് എടുക്കുക. സോറി കേട്ടോ, കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ മാനേജ് റൂൾസ് എന്നുള്ളത് എടുക്കുക. അതിൽ ആ ഓപ്പൺ ആയിട്ട് വരുന്ന ഡയലോഗ് ബോക്സിലാണ് സ്റ്റോപ്പ് ഇഫ് ട്രൂ എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. കണ്ടോ, ഞാനിപ്പോൾ മൗസ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്ക്രീൻ സൂം ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നിങ്ങളുടെ സ്ക്രീൻ എവിടെയാണോ കാണേണ്ടത് അത് സൂം ചെയ്ത് കഴിഞ്ഞാൽ സൂമായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മളിവിടെ എന്തെങ്കിലും റൂള് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടീഷൻ എഴുതി കൊടുക്കാം. മാനേജ് റൂൾസ് എടുത്തിട്ട് ഇവിടെ കണ്ടീഷൻ എഴുതി കൊടുക്കാം. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഹാങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കണില്ല. ഇവിടെയാണ് എഴുതി കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയാം കേട്ടോ. കോംപ്ലിക്കേഷൻസ് ഉള്ള ഫയലുകളിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പം സ്റ്റോപ്പ് ഇഫ് ട്രൂ എവിടെയാണെന്ന് ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, എവിടെയായിരിക്കണേ, കണ്ടല്ലോ എവിടെയായിരിക്കണേ എന്നുള്ളത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ മാനേജ് റൂൾസ് എടുക്കുക. അവിടെയാണ് നമ്മളിവിടെ റൂൾസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇഫ് ട്രൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്കിവിടെ എഴുതി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇനി ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളത് കാണിക്കാം. ഇത് കണ്ടോ, ഇതാണ് ഡിജിറ്റൽ അറ്റൻഡൻസ് സിസ്റ്റം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്ക്രീൻ കാണുന്നുണ്ടോ? ഇതിപ്പം നമ്മളുടെ ഒരു ഗ്രൂപ്പിൻ്റെ ആണ് കൊടുത്തേക്കണേ. അതായത് ഓരോ മാസവും നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ നമ്മൾ കണ്ടീഷൻ ഇട്ട് കൊടുത്തേക്കാണ്. ഇവിടെ നോക്കിയേ, എന്താ പറയുക, നമ്മുടെ ഫോർമുല ബാറിൽ നോക്കുക.
ഈ ഗ്രീൻ ടിക്ക് മാർക്ക് വരുന്ന സെല്ലുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഫോർമുല ബാറിൽ 1 എന്നാണ് എഴുതി കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഞാൻ സെല്ലിനകത്ത് എന്താ എഴുതി കൊടുത്തിട്ടുള്ളത്? മറന്നുപോയോ? സെല്ലിനകത്ത് എഴുതി കൊടുത്തേക്കുന്നത് 1 ആണ്. പ്രസന്റ് എന്നല്ല എഴുതി കൊടുത്തത്, 1 എന്നാണ് എഴുതി കൊടുത്തേക്കണേ അല്ലേ? 1 എന്നാണ് എഴുതി കൊടുത്തേക്കണേ. നമ്മളുടെ ഫോർമുല ബാർ എന്താ കാണിക്കുക? കണക്ട് ചെയ്ത് ചോദിക്കട്ടെ, ഫോർമുല ബാർ എന്താ കാണിക്കുക? ഫോർമുല ബാർ എന്താണ് കാണിക്കുക? പറഞ്ഞേ, ഫോർമുല ബാർ എന്താ കാണിക്കുക? എന്താ ഡിസ്പ്ലേ ചെയ്യുക? ഫോർമുല ബാർ എന്താ ഡിസ്പ്ലേ ചെയ്യുക? ആരും പറയാത്ത എന്താ? സെല്ലിൽ എന്താണോ നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത് അതാണ് ഫോർമുല ബാറിൽ കാണിക്കുക. സെല്ലിൽ കാണിക്കുന്നത് അതിലെ റിസൾട്ട് ആയിരിക്കും. അതിന്റെ ക്ലിയർ കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ലൈക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഈ അക്ഷയ് എന്ന് പറയുന്ന കുട്ടിയുടെ പ്രസന്റ് ആണ്. പ്രസന്റ് എന്നുള്ളതിന് നമ്മൾ ഇവിടെ കൊടുത്ത സിമ്പിളാണ് നിങ്ങൾക്ക് സെല്ലിൽ കാണാൻ പറ്റുന്നത്. അതേസമയം നിങ്ങൾ ആ ഫോർമുല ബാറിന്റെ അവിടെ ഒന്ന് സൂം ചെയ്ത് നോക്കിയേ, അവിടെ ഞാൻ എഴുതി കൊടുത്തേക്കുന്ന കാര്യം കാണാൻ പറ്റും. 1 എന്നാണ് എഴുതി കൊടുത്തേക്കണേ. ഇനി അതേപോലെ ഈ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളാണ് നമ്മൾ ഇൻറ്റു ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഇൻറ്റു ഇട്ടേക്കുന്നത് നോക്കി, അവിടെ ഞാൻ 0 എന്നാണ് എഴുതി കൊടുത്തേക്കണത്. നമുക്ക് ഉണ്ട് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് പോയേക്കണത്. ക്ലിയർ ആണോ? ഇതിപ്പോൾ നമുക്ക് ഒരു റാൻഡം ഒരെണ്ണം ചെയ്യാം നമുക്ക് ഐക്കൺ സെറ്റിന്റെ. ഇനി അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? അറ്റൻഡൻസിന്റെ പെർസെൻറ്റേജ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ടോട്ടൽ പെർസെൻറ്റേജ്. ഇപ്പോൾ 15 ദിവസമാണ് അന്നത്തെ വർക്കിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ നോക്കി, ഇതെന്താ ഇക്വേഷൻ നോക്കിയേ, ഫോർമുല ബാറിൽ ഇട്ട് കൊടുത്തേക്കണ കണ്ടോ? ഇവിടം തൊട്ട് ഇവിടം വരെ എന്ത് ചെയ്തേക്കാണ്? സം ചെയ്തേക്കാണ്. ആ സമ്മ ചെയ്ത് നമ്മൾ ആ സെല്ലിൽ എന്താണോ എഴുതി കൊടുത്തത് അതാണ് ഫോർമുല ബാറിൽ കാണുന്നത്. അപ്പോൾ ഒരു സെല്ലിൽ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് എവിടെ നോക്കിയാൽ മതി? ഫോർമുല ബാറിൽ നോക്കിയാൽ മതി. അപ്പോൾ ഫോർമുല ബാറിൽ നമ്മൾ ഇതെല്ലാം പിടിച്ച് സം ചെയ്യണം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ 1 0 0 0 0 1 1 1 0 0 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 1 എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്താ റിസൾട്ട് കിട്ടുന്നത്? 15 എന്നുള്ളതാണ്. ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് 15 ഉണ്ടായിരുന്നു. അപ്പോൾ 15ൽ 15 ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് 100% ഉള്ളത്. കണ്ടോ? അതും എന്താണ്, നമ്മൾ ഇക്വേഷൻ ഇട്ടിട്ടാണ് ചെയ്തേക്കണത്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കണ്ടോ, ഇത് കണ്ടോ, നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കണേ. $AH $3 എന്നാണ് ഇട്ടേക്കണേ. അതായത് ഈ സെല്ല് AH എന്ന് പറയുന്നത് ഈ സെല്ലാണ്, AH3 എന്ന് പറയുന്നത് ഈ സെല്ലാണ്. ഈ സെല്ലിനെ എന്ത് ചെയ്തേക്കുക? ഈ ചുമന്ന സെല്ല്, ആ സെല്ലിനെ എന്ത് ചെയ്തേക്കുക? കോൺസ്റ്റന്റ് ആക്കിയേക്കാണ്. അതായത് ഞാനിത് താഴോട്ട് വലിക്കുമ്പം ഈ സെല്ല് മാറത്തില്ല. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? വേണമെങ്കിൽ ഇത്രയും ഭാഗം ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. നമുക്ക് ഈ സെല്ല് ഞാൻ പോസിബിൾ ഡേറ്റ് കണ്ടുപിടിക്കണം. ആദ്യം ഞാൻ അതിൻ്റെ ഇക്വേഷൻ കൊടുക്കുകയാണ്. ഈക്വൽ ടു സം ഓഫ്, നമുക്ക് 1-ാം തീയതി തൊട്ട് ഇത്രയും ദിവസം, ഏതൊരെണ്ണം വിട്ടുപോയല്ലോ, ഇതും കൂടെ ഉണ്ടായിരുന്നു. ഈക്വൽ ടു സം ഓഫ് ആ 14 14 ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം മാർക്ക് ചെയ്യാം. 15 ഇട്ടെന്ന് വെച്ചോ. ഇനി ഇതിപ്പോൾ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ കുളമാവും, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, 15 ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഈ സെയിം 15 ഇവിടെ കൊടുത്തപ്പോൾ ഇവിടെയും 15 വന്നത് കണ്ടോ? ഇവിടെ നമ്മൾ സം ചെയ്ത് കൊടുത്തപ്പം ഇവിടെ നോക്കിയാൽ ഞാനിത് ഡിലീറ്റ് ചെയ്തു. പോസിബിൾ ഡേറ്റ് ഇവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ സം ചെയ്യുമ്പോൾ നമ്മൾക്ക് സം എത്രയാണോ കിട്ടിയത് ആ സം ആയിരിക്കും ഇവിടെയും കാണിക്കുക. ഓക്കെ അല്ലേ? ഇനി
ഈ സം ഇവിടെ ഉണ്ട്. ഇനി ഇതിനെ എന്ത് ചെയ്യാണ്, കോൺസ്റ്റന്റ് ആക്കി നിർത്തണം. നമുക്ക് ഈ സെയിം വാല്യൂനെ തന്നെ എല്ലായിടത്തും ഇടാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് എന്താ പറയാ, ഇതിന്റെ അതിനെന്താ പറയാ, വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഒരേ സെയിം വാല്യൂസ് തന്നെ പല സ്ഥലത്ത് നമ്മൾ കോപ്പി ചെയ്തിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 15 എന്നുള്ളതിനെ ഞാൻ റഫായിട്ട് ഇവിടെ ഒരു ഫിഗർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മളുടെ AH3 എന്ന് പറയുന്ന ആ ഒരു AH3 ആണ് ഈ ഒരു സെൽ അഡ്രസ് വരുന്നത്. ഇനി 15 ദിവസവും കുട്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് ഡിവൈഡഡ് ബൈ ഇത് അല്ലേ, ഈ സെല്ല് ഡിവൈഡഡ് ബൈ ഈ സെല്ല് ചെയ്യുമ്പം നമുക്ക് 100%. ഈ 100% എന്ന് ഇവിടെ വരാൻ കാരണം ഞാൻ ഓൾറെഡി ഇവിടെ പെർസെൻറ്റേജ് സെലക്ട് ചെയ്തതുകൊണ്ടാണ്. ഇൻ കേസ് ഇത് ജനറൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ 1 എന്നേ വരുള്ളൂ. കാരണം 15/15 ചെയ്യുമ്പോൾ എത്ര കിട്ടുക, 1 കിട്ടുക. പക്ഷെ എനിക്ക് പെർസെൻറ്റേജിലാണ് കാണേണ്ടത്. സോ പെർസെൻറ്റേജ് ആക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു പെർസെൻറ്റേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ പെർസെൻറ്റേജിൽ വരും. എനിക്ക് ഈ ഡെസിമൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെസിമൽ കളയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിൽ പ്രസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ 100 കിട്ടി. ഇനി ഇത് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫോർമുല എന്താവും, കോപ്പി ആവും. ക്ലിയർ ആണോ? ഓക്കെ, പക്ഷെ അതിലൊരു പ്രശ്നം വരും. അത് ഞാൻ പറഞ്ഞുതരാം. റിലേറ്റീവ് റെഫറൻസ് എന്നുള്ളതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാൻ ഈ 15ന്റെ ഇവിടെ വെച്ചിട്ട് ഈ ഒരു കോർണറിൽ വെച്ചിട്ട് നമ്മൾ താഴോട്ട് ഡ്രാഗ് ചെയ്യുമ്പം ഓരോ കുട്ടികളും ഏതൊക്കെ ദിവസം വന്നിട്ടുണ്ട്, എത്രയൊക്കെ ദിവസം വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് സം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതുവരെ ഓക്കെ ആണല്ലോ? ഇത് കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ടതാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ്, കാരണം 2-3 ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകും അതിൻ്റെ കൂടെ. അപ്പം നമ്മൾ ഓരോ കുട്ടികളുടെ സം ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടിടും. ഇങ്ങനെ ചെയ്യുന്നതാണ് എന്ത്, റിലേറ്റീവ് റെഫറൻസ്. ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഇങ്ങനെയായിരുന്നു. നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഡ്രാഗ് ചെയ്തപ്പം കണ്ടോ, അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറി. തൊട്ടടുത്ത സെല്ലിൽ അതിന് താഴത്തെ ഇക്വേഷൻ ആയിട്ട് മാറി, അതിൻ്റെ താഴെ ഇങ്ങനെയായി. അപ്പോൾ ഒന്നിനെ റിലേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ് റിലേറ്റീവ് റെഫറൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, 125%, 200% അങ്ങനെ വന്നു. ദാറ്റ് മീൻസ് നമ്മൾ ഡിവൈഡഡ് ബൈ ചെയ്തത് എന്ത് വന്നിട്ടുണ്ട്, വ്യത്യാസം വന്നിട്ടുണ്ട്. ഒന്നാമത്തെ സെല്ലിൽ ചെയ്തത് കറക്റ്റ് ആയിരുന്നു, രണ്ടാമത്തെ സെല്ലിൽ ചെയ്തപ്പോൾ ഈ സെല്ലും തമ്മിലാണ് ഡിവിഷൻ നടത്തിയത്, അവിടെയാണ് തെറ്റിയത്. കണ്ടോ, അടുത്തത് ഇതും തമ്മിലാണ് താഴോട്ട് റിലേറ്റ് ചെയ്തിട്ട് പൊക്കോണ്ടിരിക്കുക. വ്യത്യാസം മനസ്സിലായോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ തെറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ റഫായിട്ട് വെച്ചേക്കുന്ന ഫിഗറിനെ നമ്മൾ ഇക്വേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ സെല്ലിനെ അവിടെ എന്താക്കി നിർത്തണം, കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. സെല്ലിനെ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുക, സെല്ലിനെ കോൺസ്റ്റന്റ് ആക്കാൻ എന്താ ഉപയോഗിക്കുക, ഡോളർ സൈൻ നമ്മൾ ഉപയോഗിക്കും അല്ലേ. സെല്ലിനെ കോൺസ്റ്റന്റ് ആക്കാൻ നമ്മൾ ഡോളർ സൈൻ ഉപയോഗിക്കും. സോ നമ്മൾ ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെല്ലിനെയാണ് കോൺസ്റ്റന്റ് ആക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം, എ എന്നുള്ളതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഡോളർ സൈൻ കൊടുക്കണം. അപ്പോൾ എന്താണ്, കോളം കോൺസ്റ്റന്റ് ആയി. നമുക്ക് റോയും കോൺസ്റ്റന്റ് ആക്കണം. സോ എച്ച് എന്നുള്ളതിൻ്റെ ഫ്രണ്ടിലും നമ്മൾ എന്ത് കൊടുക്കണം, ഡോളർ സൈൻ കൊടുക്കണം. അപ്പോൾ $A $H3 എന്നുള്ളത് എഴുതി കൊടുത്ത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഡോളർ രണ്ടിടത്തും ഡോളർ സൈൻ ഇട്ട് കൊടുത്തു. ഒരു മിനിറ്റ്, വേറെ ഇത് എടുക്കണോ? നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ?
ഞാൻ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ഇത് ലാർജ് ഫയലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഡോളർ എ സോറി, അതെനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. ഓക്കെ, എന്താ കുഴപ്പമെന്ന് മനസ്സിലായോ? എനിക്കിപ്പോൾ ഒരു പ്രശ്നം പറ്റിയായിരുന്നു. എന്താ പ്രശ്നം എന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും പിടികിട്ടിയോ? എനിക്ക് പറ്റിയൊരു പ്രശ്നം ഞാനത് ഓപ്പൺ ആയിട്ട് സമ്മതിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് ആർക്കെങ്കിലും പിടികിട്ടിയോ? ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? എന്താ പ്രശ്നം എന്ന് പിടികിട്ടിയോ ആർക്കെങ്കിലും? എല്ലാരും പോയാ? ഉറങ്ങിയാ? ഇല്ലില്ല, 100ന് മേലെ പോയി. അത് ഓക്കെയാണ്, അതാണ് നമ്മളുടെ പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ സെല്ലിനെ കോൺസ്റ്റന്റ് ആക്കാൻ പോയ സമയത്ത് എനിക്കൊരു പ്രശ്നം പറ്റിയായിരുന്നു. അത് ആർക്കെങ്കിലും പിടികിട്ടിയായിരുന്നോ? ഞാൻ സെല്ലിനെ കോൺസ്റ്റന്റ് ആക്കാൻ പോയപ്പോൾ ഒരു എറർ മെസ്സേജ് വന്നില്ലേ? ഡോളർ സൈൻ ഇട്ട് കൊടുത്തപ്പോൾ ഒരു എറർ മെസ്സേജ് വന്നില്ലേ? അപ്പൊ എന്താ പ്രശ്നം പറ്റിയെന്ന് ആർക്കെങ്കിലും മനസ്സിലായ? എന്താ പ്രശ്നം? എന്തായിരുന്നു പ്രശ്നം? ആരാ പറയാ? എന്താ പ്രശ്നം എന്തായിരുന്നു? എനിക്കിപ്പോ ഒരു കുഴപ്പം പറ്റിയതാണ്. നമ്മൾ ഈ ഇക്വേഷൻ ഇട്ടു. ഓക്കെ, നമ്മൾ ആദ്യം ഇക്വേഷൻ കൊടുത്തു. ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. 100% കിട്ടി. ഇത് തന്നെ നമ്മൾ താഴോട്ട് വലിക്കുമ്പം അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി ഞാൻ ഇതിനെ കോൺസ്റ്റന്റ് ആക്കാൻ നിന്നപ്പോൾ, ഈ സെല്ലിനെ കോൺസ്റ്റന്റ് ആക്കാൻ നിന്നപ്പോൾ എന്താ പ്രശ്നം വരാൻ കാരണം എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഞാൻ എന്താ ചെയ്തത്? എ എന്നുള്ള സമയത്ത് ഞാൻ ഡോളർ സൈൻ കൊടുത്തു. എന്നിട്ട് ഞാൻ എവിടെയാണ് ഡോളർ സൈൻ കൊടുക്കാൻ നോക്കിയത്? എച്ചിന്റെ അവിടെയാണ്. ആക്ച്വലി എച്ച് എന്ന് പറയുന്ന ആ ഒരു കോളല്ലേ ഉണ്ടായിരുന്നത്. ആരെങ്കിലും നോട്ട് ചെയ്തായിരുന്നോ? ആരെങ്കിലും നോട്ട് ചെയ്തോ? ബാക്കി എല്ലാവരും ഓരോരുത്തരായിട്ട് പോകുന്നുണ്ട്. ആരും നോട്ട് ചെയ്തില്ല അല്ലെ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടോ, ഞാനിപ്പം ഡോളർ എ ഡോളർ എച്ച് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പൊ ആ റെഡ് കളർ മാറിയത് കണ്ടോ? അത് കൊടുത്തപ്പോഴാണ് ഈ എറർ വന്നത്. കണ്ടോ, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സഹായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വന്നത് ആരും ശ്രദ്ധിച്ചില്ലല്ലേ? അപ്പോൾ നമ്മൾ റോയ്ക്ക് ഫ്രണ്ടിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എ എച്ച് എന്ന് പറയുന്നത് അവിടുത്തെ കോളമായിരുന്നു. കോളത്തിന്റെ ഫ്രണ്ടിലും ഡോളർ സൈൻ കൊടുക്കണം. 3 എന്ന് പറയുന്നതിന്റെ ഫ്രണ്ടിലും ഡോളർ സൈൻ കൊടുക്കണം. 3 എന്ന് പറയുന്നത് റോയാണ്. അങ്ങനെ നമ്മൾ ആ സെല്ലിനെ എന്ത് ചെയ്തു? കോൺസ്റ്റന്റ് ആക്കി. ഇപ്പൊ നിലവിൽ ആ സെൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇനി നമ്മൾ ഡ്രാഗ് ചെയ്യാണെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പോൾ ഉള്ള വാല്യൂസ് നോക്കിക്കോണം ഏതൊക്കെയാണ് എന്നുള്ളത്. ഇനി ഡ്രാഗ് ചെയ്യുമ്പോൾ എങ്ങനെയാന്നുള്ളത് നോക്കിക്കോണം. ഇനി നമ്മൾ ഡ്രാഗ് ചെയ്യാണ്. താഴോട്ട് ഡ്രാഗ് ചെയ്തു. ഇപ്പൊ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, കണ്ടോ? ഇപ്പൊ കോൺസ്റ്റന്റ് ആണ്, സെല്ല് കോൺസ്റ്റന്റ് ആണ്. അടുത്തതിൽ നോക്കിക്കഴിഞ്ഞാലും ഈ സെല്ല് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ നമ്മൾ ഓരോ കുട്ടികളും ഒരു മാസത്തില് എത്ര ശതമാനം അറ്റൻഡൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം എല്ലാ യൂണിവേഴ്സിറ്റിയിലും 75% അറ്റൻഡൻസ്, 75% താഴെ അറ്റൻഡൻസ് വന്നു കഴിഞ്ഞാൽ എക്സാമിന്റെ സമയത്ത് കണ്ടോണേഷൻ വേണം. അതുകൊണ്ട് എല്ലാ മാസവും 80% മുകളിൽ അറ്റൻഡൻസ് വേണം എന്നുള്ളതാണ് റൂള്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യും. 100% മുകളിൽ ആർക്കൊക്കെ അറ്റൻഡൻസ് ഉണ്ട്? ഇത് ക്ലാസ് തുടങ്ങിയ സമയമാണെന്ന് തോന്നുന്നു. 100% ആർക്കൊക്കെ അറ്റൻഡൻസ് ഉണ്ട് എന്നുള്ളത് നോക്കണം. അവിടെയാണ് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ ഹൈലൈറ്റ് സെൽ റൂൾസ് ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? അതല്ലേ എളുപ്പം. അപ്പോൾ ഗ്രേറ്റർ ദാൻ എത്രയാണ്? ഇതിൽ 47% ഓട്ടോമാറ്റിക്കലി കാണിക്കുന്നത്. നമുക്ക് 80% മുകളിലുള്ളവരെയാണ് കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ 80% മുകളിൽ കാണിക്കാൻ പറയുമ്പം കണ്ടോ, ആകെ ഒരാളേ ഉള്ളൂ. ഒരാൾക്ക് മാത്രമാണ് 80% മുകളിൽ അറ്റൻഡൻസ് ഉള്ളൂ. അങ്ങനെ ഓരോ മാസത്തിലെയും കണക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇത് കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ ഉണ്ടെന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ ഒരെണ്ണം മനസ്സിലായോ? ഓക്കെ, ഇതും കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിന്റെ വേറൊരു കാര്യമാണ്. എത്രയോ മാർക്കിന് മുകളിലെന്നല്ല, അറ്റൻഡൻസ് നമുക്ക് അവസാനം, ഇത് കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെയാണ് കേട്ടോ. അതായത് ഈ പിള്ളേര് കണ്ടോണേഷനും അതുപോലെ തന്നെ ഷോപ്പ് ഫ്ലോറൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ, റെക്ടിഫിക്കേഷൻ ക്ലാസ്സസ് ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ അവർക്ക് നമുക്ക് അഡീഷണൽ കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിക്കണം. അതായത് 50% അറ്റൻഡൻസ് എല്ലാ മാസത്തിലും 75% അറ്റൻഡൻസ് എന്നൊക്കെയാണ് പറയുക. എന്നാലും കുട്ടികൾ അങ്ങനെയൊന്നും വരത്തില്ലല്ലോ.
അപ്പം അതിനനുസരിച്ച് ഇവർ എത്ര ദിവസം ഇരിക്കണം എന്നുള്ള രീതിയിൽ കാൽക്കുലേഷൻ ചെയ്ത് അവസാനം ഇവർക്ക് എല്ലാവർക്കും ഒരു 80% ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഡിസംബറാണ് തീരുക, അപ്പോഴത്തേക്കും എത്തിക്കണം. അങ്ങനെയുള്ള ഒരു ഫയലാണിത്. അപ്പം അതിലും നമ്മൾ ഇതുപോലെ തന്നെ ഇന്ന വാല്യൂവിൻ്റെ മുകളിലുള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതും അത് കണ്ടോ, ടോട്ടല് ഇത് മന്ത്ലി വൈസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. അതിൽ 50% കുറവുള്ളവർ, 75% കുറവുള്ളവർ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ചെയ്ത്. ഇപ്പോൾ ഒരെണ്ണം നമുക്കിപ്പോൾ ചെയ്യാം, അറ്റൻഡൻസ് ചെയ്യാം, അതുപോലെ ഒരു പ്രോഗ്രസ്സും ചെയ്ത് കാണിക്കാം. ഓക്കെ, റാൻഡമായിട്ട് ഞാൻ എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 പേരുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ഓരോ ദിവസമാണ് എടുക്കണം. ഡിജിറ്റൽ അറ്റൻഡൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണേ. 1 2 3 എന്നിങ്ങനെ എന്താണ് ഒരു 3 ദിവസം നമ്മൾ 5 ദിവസം എടുക്കാം. 5 ദിവസം നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ ചെയ്യണത്. ഇനി ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാവരും ഉണ്ടോ? ഇനി ശ്രദ്ധിക്കണേ, ഇനി നിങ്ങൾക്ക് വേണ്ടതാണേ. ഓക്കെ, അപ്പം നമ്മളുടെ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളാണ് ഉള്ളത്. 5 ദിവസമാണ് ക്ലാസ് ഉള്ളത്. 3 കുട്ടികൾ 5 ദിവസം. ഈ ഇത്രയും സെല്ല് നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കുക. എന്നിട്ട് ഐക്കൺ സെറ്റ് സെലക്ട് ചെയ്യുക. ഐക്കൺ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഐക്കണാണ് സെലക്ട് ചെയ്തേക്കണേ, അത് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പം ഐക്കൺ സെലക്ട് ചെയ്തപ്പം എന്താ പറയുക, ഏത് ഐക്കണാന്നുള്ളതും കൂടെ സെലക്ട് ചെയ്യുക. ഈ രീതിയിലുള്ള ഐക്കണാണ് സെലക്ട് ചെയ്തേക്കണേ. ഇനി ഇവിടെ പെർസെൻറ്റേജിലാണ് കിടക്കുന്നത്. നമ്മൾ അറ്റൻഡൻസ് ആയതുകൊണ്ട് 1 and 0 ഇതെല്ലാം നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ, എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത്. സോ നമ്പർ വൈസ് ആണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്പർ എന്നുള്ളത് കൊടുക്കുകയാണ്. ഇനി വെൻ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ എന്താക്കണം, പച്ച കാണിക്കണം. ഇനി അതിന് താഴെ ലെസ് ദാൻ 1 and 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു കാണിക്കണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് ഐക്കൺ മാത്രം കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഷോ ഐക്കൺ ഓൺലി എന്ന് കാണിക്കുക. ഇത് ടിക്ക് മാർക്ക് ഓപ്പൺ അല്ല എന്നുണ്ടെങ്കിൽ, ടിക്ക് മാർക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വാല്യൂവും കാണിക്കും, അതോടൊപ്പം തന്നെ എന്തും കാണിക്കും, ഈ സിമ്പലും കാണിക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. നോക്കി നോക്കാം. അപ്പം നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് എ എന്ന് പറയുന്ന കുട്ടി വന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന കുട്ടി വന്നിട്ടുണ്ട്. സോ വന്നതുകൊണ്ട് ഞാൻ 1 എന്ന് കൊടുത്തു. അപ്പം കുട്ടി വന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്ന കുട്ടി വന്നിട്ടില്ല. സോ ഞാൻ 0 എന്ന് കൊടുത്തു. ഇൻറ്റു എന്ന് വന്നു. സി എന്ന് പറയുന്ന കുട്ടി വന്നിട്ടുണ്ട്. 1 എന്ന് കൊടുത്തു. വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഗ്രീൻ ടിക്ക് വന്നു. അതേപോലെ തന്നെയാണ് ഇവിടെയും ഈ കുട്ടി വന്നില്ല എന്നുള്ള രീതിയിൽ റാൻഡം ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചു. ഓക്കെ, ഇപ്പം ഈ സെല്ലിലുള്ളത് ആ വാല്യൂവും കാണിക്കുന്നുണ്ട്, ആ റെപ്രസെൻറ്റേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂ റെപ്രസെൻറ്റേഷൻ വേണ്ട, വാല്യൂ കാണിക്കണ്ട, റെപ്രസെൻറ്റേഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മളുടെ റൂൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് റൂൾസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, മാനേജ് റൂൾസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. മാനേജ് റൂൾസിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് കേട്ടോ, ഈ റൂള് നമുക്കില്ല, ഇതാണ് നമ്മളുടെ റൂള്. ഓക്കെ, ഈ റൂള് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എഡിറ്റ് റൂള് കൊടുക്കാം. ആ എഡിറ്റ് റൂള് കൊടുത്തിട്ട് ഷോ ഐക്കൺ ഓൺലി എന്നുള്ളത് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. കണ്ടോ, ഇപ്പം എന്ത് മാത്രമേ കാണുന്നുള്ളൂ, വാല്യൂ മാത്രമാണ് കാണുന്നുള്ളൂ. മനസ്സിലായോ? എങ്ങനെ ചെയ്യാന്ന് മനസ്സിലായോ? ഇനി ഇതേ കാര്യം തന്നെ നിങ്ങൾ ഏതൊക്കെ ഡെയിലി റൊട്ടീൻസ് ചെയ്തു ചെയ്തില്ല എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ള രീതിയിൽ വന്നാലും ചെയ്യാനായിട്ട് അറിയണം. നീ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ ചുമ്മാ ടിക്കൻ ഇൻറ്റു മാർക്കൊക്കെ ഇട്ടിട്ട് കളിക്കുക. അപ്പം അതങ്ങോട്ട് പഠിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇതിൻ്റെ സമ്മ നമുക്ക് കാണണം. ഒരു ദിവസം എത്ര കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കൗണ്ട് എടുത്തിട്ട് കാര്യമില്ല, സമ്മ എടുത്താൽ മതി. കണ്ട, 2 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും
എത്ര കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതിൻ്റെ കണക്കും കിട്ടി. ഓക്കെ, ഇനി നമ്മളൊരു മാർക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കാണ്. ആ മാർക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇത്ര ടോപ്പ് 10 അങ്ങനെയൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമാറ്റ് സെൽ റൂൾസ് ഉപയോഗിക്കാം. അത് ഓൾറെഡി നിങ്ങൾ കണ്ടതല്ലേ, നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് 70% മുകളിൽ ചെയ്യണത് കണ്ടതല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ ബാറും കൂടെ നിർത്താം, അതും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഞാനൊരു 3 സ്റ്റുഡൻസിനെ എടുക്കാം, ABCD അല്ല ഒരു 5 സ്റ്റുഡൻസിനെ എടുക്കാം. ABCD എന്ന് പറഞ്ഞിട്ടൊരു 5 സ്റ്റുഡൻസിനെ എടുത്തിട്ടുണ്ട്. കാണുന്നില്ലെങ്കിൽ സ്ക്രീൻ സൂം ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം അതിനകത്ത് അവരുടെ മാർക്കാണ് ഞാൻ എഴുതണത്. സബ്ജക്റ്റ് ഒരു 3 സബ്ജക്റ്റ് എടുക്കുകയാണ്. S1, S2, S3 എന്നിങ്ങനെ 3 സബ്ജക്റ്റ് അതിനകത്ത് ടോട്ടൽ എന്നുള്ളത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, 50ലാണ് മാർക്ക്, ഒരു 42, ഇതൊന്നും പറയണ്ടല്ലോ സമ്മ എങ്ങനെയാ കണ്ടുപിടിക്കണേന്നൊന്നും പറയണോ? ഇതൊക്കെ അറിയണല്ലേ, ജനറൽ ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ സമ്മ എടുത്തിട്ടുണ്ട്. ഇതില് എന്താ പറയാ, ഡാറ്റാ ബാസ് നമ്മൾ കൊടുക്കാനായിട്ട് പോവാണ്. കണ്ടോ എങ്ങനെയാ ഡാറ്റാ ബാർ വന്നേക്കുന്നതെന്നുള്ളത് കണ്ടോ? ഡാറ്റാ ബാർ കണ്ടോ? ആകെ 2-3 പേരേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി, കുഴപ്പമില്ല. ഇന്ന് ഇത്തിരി ലേറ്റ് ആയതുകൊണ്ടാണ്. സാധാരണ നമ്മളുടെ സമയം 9:30 to 10:30 വരെയാണ്. എന്തായാലും ഇപ്പം നിർത്താട്ടോ, 8 മണിക്ക് തുടങ്ങിയതല്ലേ, നിർത്താം. ഓക്കെ അല്ലേ? അപ്പോൾ ആ സെല്ലിലെ വാല്യൂവിൻ്റെ ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തുന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ സെല്ലിലെ മൊത്തം വാല്യൂവിനെ 100 ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ളൊരു ഏറ്റവും ഹയസ്റ്റ് ആണെങ്കിൽ മുട്ടി നിൽക്കുന്ന രീതിയിൽ ആ സെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്ന രീതിയിൽ 100% കാണിക്കും. അതിനനുസരിച്ച് ഓരോന്ന് കുറയുന്ന രീതിയിലായിരിക്കും ബാക്കിയുള്ളത് കാണിക്കുക. അപ്പം അങ്ങനെയാണ് ഡാറ്റ ബാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കളർ സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന വാല്യൂവിന് ഇവിടെ റെഡ് കളറാണ് കൊടുത്തേക്കണേ. പിന്നെ കുറച്ച് വരികയാണ് റെഡ് കളർ. 48-നും 47-നും റെഡ് കളറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 41, 40 വന്നപ്പം കണ്ടോ, എന്താ പറയുക, ഇപ്പം ഇവിടെ നമ്മളിവിടെ ഒരു 45 ഇട്ടുമെന്ന് വെച്ചോ, കണ്ടോ, അതായത് ഏറ്റവും ഹയസ്റ്റ് ടു ലോവസ്റ്റ് എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. ഏറ്റവും ഹയസ്റ്റിന് റെഡ് കളറ്, പിന്നെ അതിൻ്റെ കളർ കുറഞ്ഞ് നമ്മളുടെ വിബ്ജിയോറിൻ്റെ കളറിലേക്ക് മാറുന്ന രീതിയിലാണ് വന്നേക്കണേ. ഇപ്പോൾ ഇവിടെ ഒരു 20 വന്നെന്ന് വെച്ചോ, എല്ലാത്തിൻ്റെയും കളർ മാറി തുടങ്ങും. 20 ആകുമ്പോഴത്തേക്ക് ഏറ്റവും ഗ്രീനസ്റ്റ് കളറായി, കണ്ടോ, ബാക്കിയുള്ളതിൻ്റെ കളർ മാറിയത് കണ്ടോ. ഇവിടെ ഒരു 1 വന്നോ, ബാക്കി എല്ലാത്തിൻ്റെയും കളർ മാറി. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഒരു 50 വന്നെന്ന് നോക്കേ, ഓരോന്നിൻ്റെ മാറും. ഒരു 36 വന്നു കഴിഞ്ഞാൽ അതിനൊരു ഗ്രീൻ ഷെയ്ഡ് വരും, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഷെയ്ഡിങ് ആണ് മൊത്തത്തിൽ. അത് വിബ്ജിയോർ അറേഞ്ച്മെന്റിലുള്ള ഒരു ഷെയ്ഡിങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. അതാണ് കളർ ഗ്രേഡിയന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിവിടെ 1 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിനനുസരിച്ച് കളർ മാറും, കണ്ടോ. ഏറ്റവും എന്താ ഡേഞ്ചർ ടു സേഫ് എന്നുള്ള രീതിയിലോ അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഇത് തിരിച്ചാട്ടോ വന്നേക്കണേ. നമുക്ക് കണ്ടീഷനൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ. ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയുള്ളതാന്നുള്ളത് പറയുന്നുണ്ട്, അതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഇതാണ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറയണത്. ഓക്കെ, ഇടയ്ക്ക് വെച്ചിട്ട് നെറ്റ് ബ്രേക്ക് ആയതുകൊണ്ടും
ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായതുകൊണ്ടും പതുക്കെ എടുത്തതുകൊണ്ടാണ് ഇത്രയും സമയമായത്. കുറച്ചും കൂടെ സ്പീഡാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ തീരുമായിരുന്നു. ഓക്കെ, സോ ഇത്രയും നേരം കേട്ട 37 പേരെ വെച്ചിട്ടാണ് തുടങ്ങിയത്. അവസാനത്തെ ക്ലാസ്സിൽ 18 പേരേ ഉള്ളൂ. ആൻഡ് ഈ ലാസ്റ്റ് ഏകദേശം ഒരു 2 മണിക്കൂറായെന്ന് തോന്നുന്നു. 2 മണിക്കൂർ എന്നെ കേട്ട എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു. എക്സിറ്റ് ആയിക്കോളൂ കേട്ടോ.